2410 റുപ്പീസിൻ്റെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ്. 449 സാരിയാണ് കേട്ടോ കാണുന്നത്. ഓൺലി 454, അതിലും 10% ഡിസ്കൗണ്ട്. 260 റുപ്പീസിൻ്റെ സാരിയാണ് ഈ കാണുന്നത്, അതിലും 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സോഫ്റ്റ് സിൽക്കിന് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ മാർക്കറ്റിൽ. 630 അത്രേ ഉള്ളൂ, 2500. ഇതിൽ ഡിസൈനാണ് അടിപൊളിയായിരിക്കണം കണ്ടോ. ഓൺലി 372 റുപ്പീസിൻ്റെ സാരിയാണ്. ഡിസ്കൗണ്ട് 12 രൂപ ഒരു മീറ്ററിന്. ഇതിൻ്റെ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. മുന്താണി പോർഷൻ ഫുൾ കോപ്പറിലെ സെറിയിലാണ് വന്നിരിക്കുന്നത്. ലൈഫ് ഷെൽമി ചാനൽ പറഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ 10% ഡിസ്കൗണ്ട്. 10,092 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1337 റുപ്പീസ്, അതിലും ഡിസ്കൗണ്ട് ഉണ്ടാവും. സോഫ്റ്റ് സിൽക്ക് സാരി 1589 റുപ്പീസിൻ്റെ സാരിയാണ് ഈ കാണുന്നത്. അടിപൊളി ഗോൾഡനിൽ റണ്ണിങ് മെറ്റീരിയൽസിന്റെ ഒരു സെക്ഷൻ ആണ് ഇത് വരുന്നത്. ഇതും മുന്താണിയായിട്ട് യൂസ് ചെയ്യാം, ഇതും മുന്താണിയായിട്ട് യൂസ് ചെയ്യാം. ബട്ടർ സിൽക്ക് സാരി റേറ്റ് 630. റേറ്റും കുറവാണ്. ബോഡി പുട്ട ഫുൾ വർക്ക് വരുന്നുണ്ട്. അജ്രക്കിന്റെ പാച്ച് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഒരുപോലെ ആയിട്ടുണ്ട്. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കുത്താമ്പുളി. കുത്താമ്പുളി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ്. അതും നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് പെടുന്നത് കേട്ടോ. കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് കുത്താമ്പുളി എവിടെയാണെന്നുള്ളത്. എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയാണ് വരേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് ചെന്ന് ചോദിക്കാം. അപ്പോൾ കുത്താമ്പുളിയിൽ സാധാരണ എല്ലാവരുടെയും ധാരണ എന്ന് പറയുന്നത് സെറ്റ് സാരി സെറ്റ് മുണ്ടൊക്കെയാണ് കിട്ടുക. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വന്നിരിക്കുന്ന ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം സാരീസിൻ്റെ എല്ലാം സ്റ്റേറ്റിലത്തെ ഐറ്റംസ് കിട്ടും. അതുകൂടാണ്ട് നമുക്ക് മെൻസിൻ്റെ ഷർട്ട്സ്, ധോത്തീസ്, അങ്ങനെ എല്ലാ വെറൈറ്റി. പക്ഷേ ഇത് ചെറിയൊരു കടയൊന്നുമല്ല, 2 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ഷോപ്പാണ് വരുന്നത് കേട്ടോ. സുപ്രിയ കളക്ഷൻസ്. അപ്പോൾ സാരീസിൻ്റെ മെയിൻ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സ്റ്റാർട്ടിങ് റേറ്റ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് 200 സംതിങ് ആ ഒരു റേഞ്ച് എടുക്കുക. പിന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ വിത്ത് റേറ്റ് എടുക്കാൻ പറയാൻ പോണത്, അതും റീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു സിംഗിൾ പീസ് മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കയറി നോക്കിയാൽ എന്തൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത്. പിന്നെ വെഡ്ഡിംഗുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ നല്ല കളക്ഷൻ. പിന്നെ അതിനുപരി എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ പറഞ്ഞു വരുന്നവർക്ക് നമുക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അത് വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു 15% ഡിസ്കൗണ്ട് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് സാരീസിൽ വെറൈറ്റീസ് കാണാത്തവരാണെങ്കിൽ വേഗം പോന്നു കാണാനായിട്ട് വരൂ. സുപ്രിയ കളക്ഷൻസിൽ ഫുൾ സാരീസിൻ്റെ വെറൈറ്റി കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. എല്ലാം സ്റ്റേറ്റിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓണറെ ഒന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ 2 ഫ്ലോർ ഇവിടെ കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണ് തോന്നുന്നുണ്ട്. ഹലോ, ഇവിടുത്തെ ഓണറല്ലേ? സുപ്രിയ. അപ്പോൾ സുപ്രിയ ഓണർ കളക്ഷൻസാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇവിടെ എന്താണ് മെയിനായിട്ടുള്ളത്? മെയിനായിട്ടും സാരീസാണ്. കളർ സാരീസാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എല്ലാ ഐറ്റവും ഉണ്ട്, എല്ലാ തരത്തിലുള്ള സാരികളും. പിന്നെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഞാൻ അവർ അത് പറഞ്ഞിട്ടാണ് വരുത്തിച്ചത്. സെറ്റ് സാരി, സെറ്റ് മുണ്ട് കൂടാണ്ട് ഇവിടെ എല്ലാം സ്റ്റേറ്റിലത്തെ സാരീസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു കൊടുത്താലോ എങ്ങനെയാണ്? അതിന് മുന്നേ എനിക്ക് പേര് ചോദിക്കാനുണ്ട്. എൻ്റെ പേര് ബാബു. ഈ സുപ്രിയ എന്നുള്ള സുപ്രിയ എന്നുള്ളത് എൻ്റെ സിസ്റ്ററുടെ പേരാണ്. ഞങ്ങൾ 65 ഇയേഴ്സ് ആയിട്ട് അച്ഛനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഷോപ്പാണ്. അത് ഞങ്ങൾക്ക് ഹോൾസെയിലുണ്ട്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹോൾസെയിലുണ്ട്. അത് അച്ഛനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പാണ് അത്. ഓക്കെ, അപ്പോൾ ഹോൾസെയിൽ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും, അല്ലെങ്കിൽ റീറ്റെയിൽ പറയാം അങ്ങനെയും. ഇല്ല, ഇവിടെ മാക്സിമം നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ഇവിടെ അത് കൂടാണ്ട് നമുക്കിപ്പോൾ ബൾക്കായിട്ട് കിട്ടും. അത് ഷോപ്പ് വേറെ ഉണ്ട്, അതും സെയിം സുപ്രിയ എന്നുള്ള പേരിൽ തന്നെ. സുപ്രിയ ടെക്സ്റ്റൈൽസ്, ഇത് സുപ്രിയ കളക്ഷൻസ്. ഓ, അങ്ങനെ ഒരു ചെറിയ ചേഞ്ചസ് വെച്ചിട്ടുണ്ട് നമ്മുടെ വൈഫ് അല്ലേ? അപ്പോൾ വൈഫിൻ്റെ അടുത്തേക്ക് ഇവരാണ് എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ കാര്യം ഓരോ പീസിന്റെയും സെലക്ഷൻ എല്ലാം വൈഫാണ്. ഫുൾ ഹാൻഡ് ചെയ്യുന്നത് വൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ക്യാഷ് മേടിക്കാനായിട്ട് അവിടെ ഇരുന്നു, ഞങ്ങളിവിടെ കളക്ഷൻസ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മൈക്ക് ഞാനൊന്ന് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാരീസ് വെച്ചിട്ട് തുടങ്ങാം. എന്തായാലും ഈ ഒരു വീഡിയോയിൽ രണ്ടാൾക്കൊരു വെൽക്കം. താങ്ക് യു. ഓക്കെ, ഇത് കൂടാണ്ട് മക്കൾ എത്രയുണ്ട്, എങ്ങനെയാണെന്നൊന്ന് ആഗ്രഹമുണ്ട്. 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികളുടെ അമ്മയാന്ന് പറയില്ല, ഇനി വയസ്സ് കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല കുട്ടികളുടെ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇത് സുപ്രിയ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫ്ലോറല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ഫ്ലോർ ആയിട്ടുള്ള ബിഗ് ഷോറൂമാണ്. ഇതിൽ മൊത്തം നമുക്ക് സാരീസ്, പിന്നെ ഷർട്ട്,
കുർത്ത, കുർത്തീസ് ഉണ്ട് പെൺകുട്ടികൾക്കുള്ളത്, അതുപോലെ തന്നെ പട്ടുപാവാട ഐറ്റംസ്, പിന്നെ നമ്മുടെ കേരള ഐറ്റംസ് എല്ലാം ഉണ്ട്. സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അത് മോളിയത്തെ സെക്ഷനാണ്. സെക്ഷനാണ്. താഴെ ഫുൾ കളർ സാരീസ്, മെറ്റീരിയൽസ് ഉണ്ട് ഒരുപാട്. ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസ്, അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസ് ഉണ്ട്. മെറ്റീരിയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് 1/2 മീറ്റർ, 1 മീറ്റർ, 2 മീറ്റർ അങ്ങനെയൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ്. അപ്പോൾ മെയിൻ ആയിട്ട് സാരീസിന്റെ റേറ്റ് കേട്ടാൽ നമ്മൾ ഞെട്ടൂട്ടോ. പിന്നെ അതും റീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓരോന്ന് വെച്ച് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഫുൾ സാരീസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെച്ച് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെച്ച് തുടങ്ങാം. സാരീസിന്റെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. കുട്ടികളെ നമുക്കൊന്ന് സാരീസ് കാണിച്ചു തരൂ. എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റീസ്? സാരീസ് എന്ന് പറയുമ്പോഴേക്കും കണ്ടോ എടുത്തുകൊണ്ട് ഓടി വന്നു. നമ്മളെപ്പോഴും റെഡിയാണെന്ന്. അപ്പോൾ റേറ്റ് വൈസ് നമുക്ക് എന്തായാലും പറഞ്ഞിട്ട് കുറച്ചൊക്കെ റേറ്റ് പറയാം. ബാക്കിയുള്ളത് നിങ്ങൾ വന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഇതാണല്ലോ ഇതിന് സെമി സിൽക്കിൽ. ഇത് മുന്താണിയുടെ പോർഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയുടെ പോർഷനാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് കോപ്പറിൻ്റെ സെറി വർക്കും കൂടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബോർഡർലെസ് ആണ്. ഇനി ഇതിൻ്റെ റേറ്റ് 449. എന്താണ്? 449. അത്രേ ഉള്ളൂ. 449. ഡിസ്കൗണ്ടും ഡിസ്കൗണ്ടും വരും. അത് നമ്മുടെ ചാനൽ പറഞ്ഞു വരുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അതെങ്ങനെയാ ഡിസ്കൗണ്ട്? അപ്പൊ നമുക്ക് 10% ഡിസ്കൗണ്ട് ആണ്. പോരെ? ഇനി ഇതിനപ്പുറം എന്താ വേണ്ടത്? 449. അതിനുപരി പിന്നെ ഒരു 10%. ഇനി അത് വെഡിങ്ങിന്റെ ആൾക്കാരെ വരണമെന്ന് വെച്ചാൽ അതൊരു 15% ഡിസ്കൗണ്ട്. അപ്പൊ അടിപൊളി ഒരു ഡീലായിരിക്കും ഇത്. അപ്പൊ അത് എപ്പോ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇല്ലേ? കൊടുക്കില്ലേ? കൊടുക്കും. അപ്പൊ അടിപൊളി ഒരു 449ന്റെ സാരിയാണ് കേട്ടോ കാണുന്നത്. കോൺട്രാസ്റ്റിൽ വരുന്നത്. ഇതിന്റെ കളർ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഈ 449ൽ ഇനിയും സാരീസ് ഉണ്ടോ? അത് എവിടെയാ ഇരിക്കണത് ഈ പോർഷനൊക്കെ? 449 റേറ്റിൽ വരുന്ന സാരികളാണ് ഇതല്ലേ? ആ മോളിലത്തെ സെക്ഷൻ അല്ലേ? ഓക്കെ, മോളിലത്തെ അതും കോൺട്രാസ്റ്റിലാണ് കേട്ടോ ഇത് ഫുള്ള് വരുന്നത്. 449. ഇനി ഈ സാരി നോക്കാം. ഇത് എനിക്ക് തോന്നുന്നു അതിൽ പെട്ടത് തന്നെയാന്ന് തോന്നുന്നു. അതിൽ പെട്ടതാണ്. കുറച്ച് 454 വരും. 450. കുറച്ചിന്ന് 49ന്ന് 54ലേക്ക് കടക്കാനായിട്ട് 10% ഡിസ്കൗണ്ട്. അതിലും 10% ഡിസ്കൗണ്ട്. ഇതിൽ വ്യത്യാസം എന്ന് പറയാനായിട്ട് ഇതിലാകുമ്പോൾ നമുക്ക് സെമി സിൽക്കിന് തന്നെ പ്ലെയിനാണ് വരുന്നത്. ഇതിന് ഒരു 5 രൂപ അല്ലെങ്കിൽ 4 വ്യത്യാസം വരാനുള്ള റീസൺ എന്നും കൂടി പറയാം. ഇതിൽ സെൽഫായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു റേറ്റ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇതും കോൺട്രാസ്റ്റിലാണ് വരുന്നത്. ഇതാണ് ബോഡി ഫുൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോന്നും. അതുപോലെ കളേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ബോർഡർലെസ് ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഓൺലി 454. അതിലും 10% ഡിസ്കൗണ്ട് പോരെ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് കൂടാണ്ട് നമുക്ക് വെഡ്ഡിങ് ആവശ്യത്തിനായിട്ടുള്ള കാഞ്ചീപുരം സാരീസ്, അത് എന്ന് വെച്ചാൽ ഒരു കല്യാണ പെണ്ണിന് വരെ വരികയാണെങ്കിൽ ഇവിടെ സാരീസ് അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കളക്ഷൻസ് നമ്മൾ കണ്ടു. ഇനി ഇത് കൂടാണ്ട് ഇപ്പോൾ ഈ റേഞ്ച് അല്ലാണ്ട് ഇതിനേക്കാളും കുറവ് റേഞ്ചിൻ്റെ ഉണ്ടോ? 260 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലും 10% ഡിസ്കൗണ്ട്. അതെവിടെ ഇരിക്കണേ? കുട്ടികളെ ഒന്ന് ഷെയറാവ്. ഇതൊക്കെ ഇപ്പുറത്ത് വന്നിട്ട് ഇതൊന്നും മടക്കി വെച്ചേ. അപ്പോൾ കയ്യോടെ ആ സാരി മടക്കി കഴിയും. ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റിയ സാരികളാണ് ഇതെല്ലാം. ഓക്കെ, ഇതാണ് നമുക്ക് 260. ഇതാ സൂപ്പർ ഒരു ഐറ്റം കേട്ടോ. പിച്ച് വൈ പ്രിന്റ്. പിച്ച് വൈ പ്രിന്റ്. അതിൽ 260 റുപ്പീസിൻ്റെ സാരിയാണ് ഈ കാണുന്നത്. അതിലും 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാം. പ്രിന്റൊക്കെ നല്ല സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. നല്ല ഇതിൽ തന്നെ പല പ്രിന്റ്സ് ഉണ്ട്. അതിൽ പെട്ടതാണ്. സെയിം കേട്ടോ. അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ചൂസ് ചെയ്യാനായിട്ട്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. വെറുതെ ഒരു 260 റുപ്പീസ് കൊടുത്താൽ 260 വരില്ല. അത്രയും റേറ്റ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും വരാണെങ്കിൽ ഇപ്പോൾ ഒരു സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് കിട്ടും. അത് കൂടാണ്ട് നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റീസ് ആയിട്ട് മേടിക്കാൻ പറ്റും, കൊറിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനും ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഈ കുത്താമ്പള്ളി എന്ന് പറയുമ്പോൾ കുത്താമ്പള്ളി തിരുവില്ലാമലയാണ് വരേണ്ടത്. തിരുവില്ലാമലയിൽ നിന്നും 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം. അതെ, കുത്താമ്പള്ളി റോഡ് 2 കിലോമീറ്റർ ഉള്ളു. ബസ് സ്റ്റോപ്പ് വരാണെങ്കിൽ ഏതാ അടുത്ത ബസ് സ്റ്റോപ്പ് എന്ന് പറയാം ഉള്ളിലേക്കുള്ളത്? ഉള്ളിലേക്കുള്ള ബസ് സ്റ്റോപ്പ് അത്താണി ബസ് സ്റ്റോപ്പാണ്. അത്താണി ബസ് സ്റ്റോപ്പാണ് കേട്ടോ. അത്താണി വേറെയും കുറേ ഉണ്ട്. അത് ഇത് തിരുവില്ലാമല ടു കുത്താമ്പള്ളി റൂട്ടിലുള്ള അത്താണി ബസ് സ്റ്റോപ്പ്. അതല്ലാണ്ട് പുറത്തേക്കുള്ള ഒരു അത്താണി ഉണ്ട്. അത് കൂടാണ്ട് തിരുവില്ലാമല നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടുന്ന് ബസ് കയറുകയാണെങ്കിൽ അത്താണി എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അതല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് കാറിലോ വരാണെങ്കിൽ ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യം നമുക്ക് ഫ്രണ്ടിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെഡ്ഡിങ്ങിന് ചെക്കൻ്റെ പെണ്ണിൻ്റെ ഒക്കെ വീട്ടുകാർ വരികയാണെങ്കിൽ കാറ് ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്
ഇത് 2 ഇത് ഇത് എത്ര പറഞ്ഞേ? ഇത് 308. ഒക്കെ റേറ്റ് അടക്കമാണ് നമ്മൾ പറയുന്നത്. അതിലും ഡിസ്കൗണ്ട് അടക്കമാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് ലാസ്റ്റ് ബില്ലിങ്ങിൽ ഫുൾ അങ്ങനെ, അല്ലാണ്ട് ഓരോന്നിനെല്ലാം ലാസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്കൊരു ഡെയിലി വെയർ സാരിയാണ് വരുന്നത്. ഇത് വരുന്നത് നമുക്ക് ബ്ലൗസ് എന്ന് തോന്നുന്നു. ബ്ലൗസ് വരും. ബ്ലൗസ് അതിന് ആഹാ മുന്താണി എന്താ രസം കാണാൻ. ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ മുന്താണി വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ബോഡി വരുന്നത് ഇതാണ്. ഇതിൻ്റെയും ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ടാവും നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ വരുമ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വരുമ്പോൾ ഇതിനേക്കാളും നല്ല നല്ല കളക്ഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് കൂടാണ്ട് നമുക്ക് കല്യാണ പാർട്ടിക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ ഇവിടെ സാരികൾ ഇരിക്കുന്നുണ്ടല്ലോ, ഒന്ന് എടുത്തുതന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, ഓരോരോ സാരീസ് നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കളക്ഷൻ ഒക്കെ ഉണ്ട് അല്ലേ? ടിഷ്യൂല് വരുന്ന സെമി സിൽക്ക് സാരിയാണ്. സെമി സിൽക്കിൽ ഇത് ടിഷ്യൂ ആണ് ഫുൾ. ഓക്കെ, ടിഷ്യൂ. ഇത് മുന്താണി ബ്ലൗസ്. ഇത് മുന്താണിയും ബ്ലൗസ് ഏകദേശം ഒക്കെ സെയിം ആണ് കേട്ടോ വരുന്നത്. അതുപോലെ ബോഡി നോക്കുകയാണെങ്കിൽ ഫുൾ ഇതുപോലെ ചെറിയ വർക്ക്, അതും ഫുൾ വീവിങ്ങിലാണ് കേട്ടോ ഇത് ഫുൾ പോയിക്കുന്നത്. ഇതിന് ഇഷ്ടം പോലെ കളേഴ്സ് വരുന്നുണ്ട്. കളേഴ്സ് നമുക്ക് ഏത് ചോദിച്ചാലും ആ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പല റേഞ്ച്, നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റേറ്റ് 1540. അപ്പോൾ അതിനും ഡിസ്കൗണ്ട്. ഇനി ഡിസ്കൗണ്ട് പറയണില്ല, ലൈഫ് ഇഷ് ഷെൽമി ചാനൽ പറഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ 10% ഡിസ്കൗണ്ട് 10. അപ്പോൾ 1540, അപ്പോൾ 1540 റുപ്പീസാണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. സാരീസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ഇതും വരുന്നത് ഒരു അത് പിടിക്കുമ്പോൾ തന്നെ എന്തൊരു സോഫ്റ്റ് ആണ് അല്ലേ? സോഫ്റ്റ് സാരിയാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഫുൾ വീവിങ് ആണ് കേട്ടോ. അതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ ബോർഡർ കൊടുത്തിരിക്കുന്നത്, ഒരു കോപ്പറിൻ്റെ സെറിയുടെ. പിന്നെ ഇതിൻ്റെ മുന്താണിയുടെ പോർഷനാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ആയിട്ട് നമുക്ക് ഒരു, പിന്നെ ഇനിയിപ്പോൾ ഒരു ബ്രൈഡിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇതിൽ ഫുള്ള് വർക്ക്, ആ ബോർഡറിന്റെ പോർഷനിൽ ആര്യ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഗ്രാൻഡ് ആയിരിക്കും. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ. സെയിം ആ ഒരു മുന്താണിയുടെ ആ ഒരു പോർഷനിലെ ബ്ലൗസ് തന്നെയാണ് നമുക്ക് ഇതിലേക്കും വരുന്നത്. ഇതും കോൺട്രാസ്റ്റ് ആണ്. ഇതിന്റെ റേറ്റ് എന്തായാലും നോക്കണം. കുറച്ചൊക്കെ റേറ്റ് അവിടെ ഇവിടെ തപ്പണം ഞങ്ങൾ. റേറ്റ് എത്രയാണ്? അത്രേ ഉള്ളൂ? ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മെറ്റീരിയലിനോ? 1341. 21. ആ 20 രൂപ ഞാൻ ചായ കാശ് കൂട്ടി പറഞ്ഞു. അപ്പോൾ 21 കേട്ടോ. അപ്പോൾ 1321. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇതാണ് നമ്മുടെ മുന്താണിയുടെ പോർഷൻ വരുന്നത്. ഇതിൻ്റെ ബോഡി വരുമ്പോൾ കോൺട്രാസ്റ്റ് തന്നെയാണ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രീനും റെഡ് നല്ല ഷെയ്ഡല്ലേ? ഇത് ട്രഡീഷണൽ ആയിട്ട് എപ്പോഴും നിൽക്കുന്നത് അല്ലേ? ഫുൾ നമ്മുടെ മാഡത്തിന്റെ ഹാൻഡ് പിക്ക് ആയിട്ടുള്ള സാരീസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഇതിന്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിലൊക്കെ അല്ലേ? ഓക്കെ, ഇത് വിത്ത് ടെസൽസും കൂടിയാണ് കേട്ടോ. ഇത് വിത്ത് ടെസൽസും കൂടിയാണ് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ? ഓപ്ഷൻസ് ഉണ്ട്. ആരി വർക്ക് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇവിടെ ചെയ്ത് കൊടുക്കുമോ? അത് ശരിയാ. അപ്പോൾ ഒരു കല്യാണ പാർട്ടി വരാണെങ്കിൽ ഇപ്പോൾ ഈ സാരി ഇഷ്ടപ്പെടാണെങ്കിൽ അതിന്റെ ബ്ലൗസ് വരെ നമുക്ക് അളന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്യാണ പെണ്ണ് വരുന്നത് മസ്റ്റ് ആണ് കേട്ടോ, ബ്ലൗസിന്റെ അളവ് എടുക്കണ്ടേ. അപ്പോൾ അവർക്ക് ആര്യ വർക്ക് അതൊക്കെ ഏത് മോഡൽ ഏത് ഡിസൈൻസ്, ഇനിയിപ്പോൾ അതിന് എങ്ങനെയാണ് റേറ്റ് ചെയ്താൽ ചോദിച്ചാൽ അത് നിങ്ങൾ തമ്മിലായിക്കോ. കാരണം ഓരോരുത്തരുടെ ഡിസൈൻസ്, ഓരോരുത്തരുടെ രീതി, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേരിയേഷൻ വരും, റേറ്റിന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരും, അതിനനുസരിച്ച് റേറ്റും മാറും കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞോ? നമ്മൾ പറഞ്ഞിട്ടില്ല. 1330. അതിലും ഡിസ്കൗണ്ട്. അപ്പോൾ 1330 റുപ്പീസിന്റെ സാരിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കാം. ഇതൊരു സിംഗിൾ ഷെയ്ഡാന്ന് തോന്നുന്നു അല്ലേ? സിംഗിൾ ഷെയ്ഡിൽ ഫുൾ നമുക്ക് സെറി വർക്കാണ് കേട്ടോ ഇത് വരുന്നത്. അതിൽ ബോഡി ഫുൾ ഈ ഒരു വർക്ക്, സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒക്കെ കോപ്പറിൻ്റെ ചെറിയിലോട്ടോ ഒക്കെ ഫുൾ വർക്കാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ മുന്താണി വരുന്നത്
എന്താണ് അതും ഫുൾ സെറി തന്നെയാണ് അല്ലേ? ഫുൾ സെറി. ഇനി ടെസൽസ് വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കും, ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്ത് കൊടുക്കും അല്ലേ? അപ്പോൾ ടെസൽസ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡിയിൽ വരുന്നത് ഫുൾ ഒരു സിംഗിൾ ഷെയ്ഡിലാണ് ഈ ഫുൾ സെറി വർക്ക് വന്നിരിക്കുന്നത്. ഷെയ്ഡ്സും അവൈലബിൾ ആണ് കേട്ടോ. റേറ്റ് ഇനി ഞാൻ തപ്പി പറയേണ്ടി വരും അല്ലേ? അത് വന്നില്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും. 1321. ഭയങ്കര റേഞ്ചിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതേപോലെ അതുപോലെ സെക്കൻഡ് സാരി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ്. സാരി അല്ലേ? അതും അഫോർഡബിൾ റേഞ്ചിൽ അതെ അതെ. നല്ല വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഈ സെക്കൻഡ് സാരി എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യണം. ഇപ്പം അതൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വാർഡ്രോപ്പിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ റേഞ്ചിൻ്റെ ഒക്കെ ധാരാളമാണത്. ഇനിയിപ്പോൾ കാഞ്ചീപുരം തന്നെ വേണമെന്ന് പറയുമ്പോൾ അതിനൊക്കെ എത്ര സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ വരും? കാഞ്ചീപുരത്തേക്കൊക്കെ വരുമ്പോൾ കാഞ്ചീപുരം ഒക്കെ ഒരു 7000 മേലെയാണ് വരുന്നത്. ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതും നമുക്ക് കാണാം കേട്ടോ. ഫുൾ കളക്ഷൻസ് ഉണ്ട് അതിൻ്റെ. ഈ സാരി സെമി സിൽക്കില്, അത് പോച്ചാമ്പള്ളിയുടെ ഡിസൈനാണ് ഇതിൽ ഫുൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനാണ് നമുക്ക് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, പോച്ചാമ്പള്ളി ഡിസൈൻസ്, അതും പീകോക്ക് കളറിലാണ് വരുന്നത്. അതിൻ്റെ മുന്താണി നോക്കുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇതിലും ഇനി കളർ ഓപ്ഷൻസ് ഉണ്ട്. പ്രിന്റുകൾ മാറും. ഇപ്പോൾ പോച്ചാമ്പള്ളി വേണോ, ഇക്കത്തിൻ്റെ വേണോ, അങ്ങനെ പല തരം വെറൈറ്റീസ് ഉണ്ട്. ഫുൾ കസുവിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ബ്ലൗസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൗസ് ഈ പോർഷൻ അതിനും വർക്ക് ഉണ്ട് അല്ലേ? ഇതാണ് ബ്ലൗസിൻ്റെ പോർഷൻ വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ റേറ്റ് ഏകദേശം ഞാൻ കുറച്ചൊക്കെ റേറ്റ് 1375. ഇതൊക്കെ റേറ്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയാനാണ് ഇത്രയും അഫോർഡബിൾ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നത്? നമുക്ക് പുറത്ത് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് ഏകദേശം ഒരു 3000 4000 ആ ഒരു റേഞ്ചിൽ ഉണ്ടാവും. ഇവിടെ കുത്തമ്പള്ളി ആയതുകൊണ്ട് തന്നെ, കുത്തമ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ സെറ്റാണ് വീവിങ് ആണ്, വീവിങ് സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ ഇത് വീവിങ് ആണ്, ഇവർ ഓൺ വീവിങ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് കേട്ടോ. എത്ര വർഷത്തെ പാരമ്പര്യമാണ്? 65 വർഷത്തെ പോരെ. നമ്മുടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തൊട്ട് ഇവിടെ ഉണ്ട്. ഈ ഷോപ്പ് ഇപ്പൊ റീസെന്റ് തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് കൂടാണ്ട് ഇവർക്ക് ഓൾറെഡി ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഹോൾസെയിൽ ഉള്ളത് കൊണ്ടാണ്. സെയിം സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്നുള്ള പേര്. അത് ഇവിടുന്ന് എന്തോരം ദൂരെ പോകണം? 2 കിലോമീറ്റർ. ആ, അടുത്താണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് ആരണി സിൽക്കാണ്. അതിൽ കോൺട്രാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ബോഡിയിൽ നമുക്കിപ്പോൾ ഇതിൽ ചെക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ചിലതിലൊക്കെ ആണെങ്കിൽ നമുക്ക് റെയിൻ ഡ്രോപ്സിൻ്റെ ഡിസൈൻസ് വരും. അങ്ങനെ പല ഡിസൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതും കോൺട്രാസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പോൾ റേറ്റ് ഇത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ വരുന്നത്. റേറ്റ് 1160. 1160. അതിലും ഡിസ്കൗണ്ട് ഉണ്ടാകും. നമ്മൾ ഓവറോൾ ടോട്ടൽ ബില്ലിൽ ഡിസ്കൗണ്ട് വരുന്നതായിക്കോട്ടെ. അത് കോൺട്രാസ്റ്റിൽ വരുന്നതാണ്. ആർമി പട്ടിൽ തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് വീണ്ടും പറയാനായിട്ട് ഇതൊക്കെ ചെറിയ പാറ്റേൺസ് ആണ് നമ്മൾ കാണിച്ചു പോണത്. ഇതിലൊക്കെ നമുക്ക് കളർ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടാവും. സോഫ്റ്റ് സിൽക്ക് പ്രിന്റ് ആണ്. അതിൽ ബുന്താണിയുടെ പോർഷനിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോഡി ഫുൾ വർക്ക് വരുന്നത്. ഇക്കത്തിൻ്റെ പ്രിന്റ് ആണ് കേട്ടോ ഇത് കാണുന്നത്. സോഫ്റ്റ് സിൽക്കിൽ സാധാരണ എപ്പോഴും പ്ലെയിനിൽ കുറേ ബോർഡർ ഉണ്ടാവും. ഇതിപ്പോ പുതിയതായിട്ട് വന്ന ലേറ്റസ്റ്റ് ആണ് കളക്ഷൻസ് കേട്ടോ. സാധാരണ സോഫ്റ്റ് സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഇങ്ങനെ ജെറി വർക്കൊക്കെ ചെയ്തിട്ട് ബോക്സ് പ്രിന്റ്, അങ്ങനത്തെ പ്രിന്റ് അല്ല വീവിങ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് വരുന്നത് അല്ലേ? ഇത് ഇങ്ങനെ അതിനും വർക്ക് ഉണ്ട് അല്ലേ? ഫുൾ ജെറിയുടെ വർക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സോഫ്റ്റ് സിൽക്കിന് പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ മാർക്കറ്റിൽ. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി കാണുന്നത്. ഞാൻ സാധാരണ സോഫ്റ്റ് സിൽക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ബോക്സ് വർക്ക് അങ്ങനത്തെ സംഭവമൊക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇനി സെമി സിൽക്ക് ഉണ്ട്, പ്യുവർ സിൽക്കിലുണ്ട് കേട്ടോ. പ്യുവറും ഉണ്ട്, രണ്ടും ഉണ്ട്. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റ് ഗിഫ്റ്റ് പർപ്പസിനൊക്കെ നല്ല സാരിയാണ് ഇതൊക്കെ അല്ലേ? പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റേറ്റ് കുറവ് നോക്കിയിട്ട്, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും ക്വാളിറ്റിയും നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ട്. അവർക്ക് റീയൂസ് ചെയ്യാൻ പറ്റണല്ലോ. അതെ, ഒറ്റ യൂസിന് എന്ന് പറഞ്ഞാൽ റേറ്റ് കുറവായിട്ട്. അപ്പോൾ ഗിഫ്റ്റ് പർപ്പസിന് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ശരിക്കും കൊടുത്തു കഴിഞ്ഞാലേ അവർ ഇത്രയും റേറ്റ് കൂടിയ ഐറ്റം ആണോ നീ മേടിച്ചതെന്ന് അങ്ങനെ ചോദിക്കും. ഗിഫ്റ്റ് കിട്ടിയവർ ചോദിക്കും. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ ഇത്രയും റേറ്റ് കുറവിനാണ് ഇവിടെ കിട്ടുന്നത്. ഇത് കോൺട്രാസ്റ്റിൽ തന്നെ വരുന്നത്. ഫുൾ വർക്ക് വീവിങ് ആണ് കേട്ടോ ഈ കാണുന്നത്. മൊത്തം വീവിങ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന മുന്താണി. ഇത് റേറ്റ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ 1000 കണ്ട സ്റ്റാഫ്മാർക്ക് കാണാപ്പാടാണെന്ന്. ഓൺലി 1092 റുപ്പീസ്. 1092 റുപ്പീസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ പോർഷൻ അല്ലേ?
ഇതിൽ ഇനി നല്ല നല്ല വർക്കുകളൊക്കെ വേണമെങ്കിൽ ചെയ്യിപ്പിക്കണ്ട അതിനുള്ള ഓപ്ഷൻസ് വരെ ഇവിടെ ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ സ്റ്റിച്ചിങ്ങോ ഡിസൈൻസോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വർക്കുകളോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ബ്ലൗസ് മാത്രമല്ല കുർത്തീസ് പറയുകയാണെങ്കിൽ അതും ചെയ്ത് തരും അല്ലേ? ചെയ്തു തരും. ഓക്കെ. ഇത് വരുന്നത് കോൺട്രാസ്റ്റ്. ഇതിലും സെമി സിൽക്ക് തന്നെയാണ്. സെമി സിൽക്കിൽ ഇതിൽ മുന്താണി വരുമ്പോൾ കോൺട്രാസ്റ്റ് തന്നെയാണ് വരുന്നത്. നല്ലൊരു ബോട്ടൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ബോർഡർ ഉള്ളതുണ്ട്, ബോർഡർ ഇല്ലാത്തതും ഉണ്ട്. അതൊക്കെ നമ്മൾ വരുമ്പോൾ ഡയറക്റ്റ് വന്ന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് ബ്ലൗസിൻ്റെ പോർഷൻ, അതും ബോർഡറിൽ അത്യാവശ്യം വർക്ക് എന്ന് വെച്ചാൽ വീതി കൂടിയിട്ടുള്ളതുണ്ട്, വീതി കുറഞ്ഞിട്ടുള്ളത്. ഏതാ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അത് വെച്ചാൽ മതി കേട്ടോ, എങ്ങനെയാണ് വേണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. ഒരുപാടുണ്ട്. ഇതിന്റെ ലുക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഉടുക്കാനും നല്ല കംഫർട്ടാണ്. നമുക്ക് അങ്ങനെ റഫായിട്ടുണ്ടാവില്ല, സാരി നല്ല ഒതുങ്ങി കിടക്കും, നല്ല സുഖം, സോഫ്റ്റ്നെസ് കൂടുതലാണ് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെഡ്ഡിങ് ആവശ്യത്തിന് തന്നെയല്ല, നമുക്കിപ്പോൾ ഒരു നമ്മളെ പെണ്ണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ മാറി മാറി അന്ന് കാശ് കൂടുതൽ ആവാനും പാടില്ല. ഒരു പ്രാവശ്യം എടുത്താൽ രണ്ടാമത് കൊടുക്കാൻ മടിയുണ്ടാവും. എല്ലാവരും കണ്ടില്ലേ, വീണ്ടും വേറെ സാരി കൊടുക്കണം. അപ്പോൾ അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറേ സംഭവങ്ങൾ നമ്മൾ അന്വേഷിച്ച് നടക്കണ്ട. അങ്ങനെ നമുക്ക് റീസണബിൾ റേഞ്ചിനൊക്കെ കുറേ സാരീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല. 1928 റുപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ 260 റുപ്പീസ് തൊട്ട് റേഞ്ചിൽ നമുക്ക് അങ്ങോട്ട് റേറ്റുകൾ കയറി പോട്ടോ. നമുക്കൊരു 50,000 വരെയൊക്കെയുള്ള സാരീസൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വലിയതും ചെറുതായിട്ടുള്ള പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ പെടുത്താം. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. ഇത് കാലകാലം ഈ കളർ എപ്പോഴും ഉണ്ടാവും. ഒരു ക്രീം കളറിൽ നല്ല മുന്താണിയൊക്കെ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. നല്ല വലിയ പ്രിൻറ്റിലൊക്കെയാണ് വരുന്നത്. നല്ല വലിയ പ്രിൻറ്റിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെയൊക്കെ കളേഴ്സ് ഇത് മാറി നിൽക്കൂല. ഇതിൽ തന്നെ റെഡ് വരും, ചില്ലി റെഡ്, അങ്ങനെ പർപ്പിൾ ബേസ് വരുമ്പോൾ ഇത് വരും. അതിൽ നമുക്ക് ഈ ഗ്രീനിന് പകരം കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൽ ഇത് സോഫ്റ്റ് സിൽക്ക് ബോർഡർ ആയിട്ട് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഗ്രീൻ തന്നെ ആയിരിക്കണം മിക്കത്. ഇതാ ബ്ലൗസ് വരുന്നത് ഗ്രീൻ, ആ കോൺട്രാസ്റ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിന് ഇനി റേറ്റ് എപ്പോഴും ആ സൈഡിലാ പോവാ. എനിക്ക് 3000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ഇവിടെ ആയിരിക്കും അല്ലേ? എന്തായാലും 3000 സംതിങ് ആണ് റേറ്റ്. വന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്തത് നോക്കാം നമുക്ക്. കിട്ടിയോ? 3,392 റുപ്പീസ് ആണ്. വാവ്, നല്ല ഓറഞ്ചും ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. സോഫ്റ്റ് സിൽക്ക് ഒക്കെ മടുത്തവർക്ക് ഇങ്ങനത്തെ ഒരു സാരി ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഡിസൈനാണ് അടിപൊളിയായിരിക്കണം. കണ്ടോ, ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ബോർഡറിൽ നോക്കി നല്ല ഭംഗിയുള്ള ഒരു വീവിംഗ് ആണ് അല്ലേ ഫുള്ള് വരുന്നത്. നല്ല പ്രിന്റ് അല്ല ശരിക്കും, അത് വീവിംഗ് ആണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ബോർഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബോർഡർ ഉണ്ട്, എന്നാൽ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ ബ്ലൗസ്. അപ്പോൾ റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. കുറഞ്ഞ 3,276 അത്രേ ഉള്ളൂ. ഞാൻ ഇത് ഒരു 7,000 ഒക്കെ പ്രതീക്ഷിച്ചതാണ്, കാരണം ഇത്രയും നല്ല അടിപൊളി വർക്കിലൊക്കെ. പക്ഷെ ഇത് വെറും 3,276 അത്രേ ഉള്ളൂ കേട്ടോ. ഇതിനും കളേഴ്സ് ഉണ്ടാവും കേട്ടോ, എത്ര കളേഴ്സ് ചോദിച്ചാലും ഉണ്ടാവും. അത് നമുക്ക് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. ഇതും ബോർഡർലെസ്സിൽ വരുന്നതാണ്, സോഫ്റ്റ് സിൽക്കിൽ. ഇതൊക്കെ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു മോഡൽ തന്നെ. അതൊന്നും വ്യത്യാസമാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ. ഇത് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു കോപ്പറിൻ്റെ സെറിയിൽ വരുന്നതാണ്. ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ ഒരു പോർഷനാണ്. സെയിം ഒരു സിംഗിൾ ടോണിൽ വരുന്നതാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ്. റേറ്റ് ആണ് 1,337 റുപ്പീസ്. അതിലും ഡിസ്കൗണ്ട് ഉണ്ടാവും. സോഫ്റ്റ് സിൽക്ക് സാരി. അപ്പോൾ അടുത്തത് ടിഷ്യൂല് ഇതും ഫുൾ ഇങ്ങനെ വർക്ക്. ഞങ്ങൾ പരമാവധി കളക്ഷൻസ് കാണിക്കാണ് കേട്ടോ. റേറ്റ് അടക്കം നിങ്ങൾക്ക് പറഞ്ഞു പോവാണ്, ഇഷ്ടം പോലെ കാണിക്കാനുണ്ട്. കാരണം ഇത് 2 ഫ്ലോർ ആയതുകൊണ്ട് തന്നെ. ഇത് ഫുൾ കാണുന്നത് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്. ഒരു ഡസ്കി ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഹാൻഡ് പിക്ക് ആയിട്ട് വരുന്നത്. അതിൽ
മുന്താണിയുടെ ആ പോർഷൻ, പിന്നെ ഇത് ഫ്ലീറ്റിൻ്റെ പോർഷനാണ്. ബോഡിയുടെ പോർഷൻ എന്ന് പറയുമ്പോൾ ഇത് ഫ്ലീറ്റ് ഇട്ട് വരുമ്പോൾ നമുക്ക് മടക്കം മാറ്റം വരും. ഇതിൻ്റെ റേറ്റ് നോക്കാം, 1589 റുപ്പീസിൻ്റെ സാരിയാണ് ഈ കാണുന്നത്. ബോർഡർലെസ് ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഈ സാരി വരുന്നത്. ഇനിയും സാരീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതും ടിഷ്യൂ തന്നെയാണ് തോന്നുന്നു. ഓക്കെ, മെഹന്തി ഷെയ്ഡില് അതിൽ ഈ കാണുന്നത് വീവിംഗ് ആണ്. പെയിന്റിംഗ് പോലെ ഉണ്ടാവും, പക്ഷേ വീവിംഗ് ആണ്. ഇത് ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രിന്റ് പോലെ ഫീൽ ചെയ്യും, പക്ഷെ പ്രിന്റ് അല്ല, ഇത് ഫുൾ വീവിംഗ് ആണ്. അതിന്റെ തെളിവാണ് കേട്ടോ ഈ കാണുന്നത്. ഞാനും ഇങ്ങനെ നമ്മളിങ്ങനെ അടുത്ത് വന്ന് നിന്നിട്ട് പോലും മനസ്സിലാവണില്ല, അത്രയും ഫിനിഷിംഗ് ആണ് കേട്ടോ ആ ഒരു വർക്കിന്. ഇനി ഇതിന്റെ നമുക്ക് മുന്താണി ഒന്ന് നോക്കിയാലോ. മുന്താണി വരുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് ആണ് വരുന്നത്, ബോർഡർലെസ്സിൽ വരുന്ന ഒരു കളക്ഷൻസ്. ബ്ലൗസ് നമുക്ക് നോക്കണ്ടേ. ബ്ലൗസ് വരുന്നത് ഇതില്ലേ, ബ്ലൗസ് വരുന്നത് നമുക്ക് മെഹന്തി ഷെയ്ഡിൽ ചെറിയ വർക്കൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് നോക്കണമെങ്കിൽ റേറ്റ് ഇനി അവർ വന്ന് നോക്കിയോട്ടെ അല്ലേ. പക്ഷെ ഒക്കെ നല്ല അഫോർഡബിൾ റേഞ്ച് ആട്ടോ. എല്ലാതും ആദ്യം റേറ്റ് ഒന്നും ഇല്ല, ഒക്കെ ഇതിൻ്റെ ഇവിടെ ആയിരിക്കില്ല. ചേച്ചി 1589 കണ്ടോ, ഇത്രയ്ക്ക് റേറ്റിന് 1589 റുപ്പീസിൻ്റെ സാരിയാണ് ഈ കാണുന്ന സാരി. അത്രയ്ക്കും റേറ്റ് കുറവിനാണ് കേട്ടോ ഓരോന്ന് കൊടുക്കുന്നത്. അപ്പോൾ സോഫ്റ്റ് സിൽക്കിൽ കുറേ വെറൈറ്റീസ് ഉണ്ട് അല്ലേ. ഇത് കോൺട്രാസ്റ്റിൽ, ഇതിൽ നമുക്ക് മുന്താണിയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ, കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. നല്ല വലിയ വർക്ക് വേണമെന്ന് വെച്ചാൽ അതുണ്ട്, ചെറിയ വർക്ക് വേണമെന്ന് വെച്ചാൽ അതുണ്ട്. അതിൻ്റെ ഇനി റേറ്റ്, ഇത് ബ്ലൗസ് ആണ് അല്ലേ വരുന്നത് കോൺട്രാസ്റ്റ്. ബ്ലാക്ക് അല്ല, ഒരു ആഷ് പോലെ ഫീൽ ചെയ്യുന്ന ജെറ്റ് ബ്ലാക്ക് അല്ല. ഈ കുട്ടീനെ നിർത്തേണ്ടി വരും ഇനി റേറ്റിന്, ഞങ്ങൾക്ക് മാത്രം പ്രൈസ് ടാഗ് കിട്ടണില്ല. 1875. ഓക്കെ, അപ്പോൾ അതാണ് റേഞ്ച് വരുന്നത്. എല്ലാം റേഞ്ച് പറയണത് ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമായിട്ടല്ലോ, അത് വീവിങ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബോഡി കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരു ബൊക്കെ കൊടുക്കുന്ന ഒരു ഫീൽ അല്ലേ. അതിന്റെ നമുക്ക് മുന്താണി വരുന്നത് ഇതായിരിക്കും. ഇത് ബാക്ക് പോർഷൻ ആണ്, അപ്പോൾ ഉൾട്ടയാക്കണം. ആകെ കുഴഞ്ഞു. സോഫ്റ്റ് സിൽക്ക് ആയതുകൊണ്ടാണ് കുഴഞ്ഞു. ഇത് ഇപ്പുറത്തേക്ക് പിടിക്കൂ. സോഫ്റ്റ് സിൽക്ക് ആയതുകൊണ്ട് തന്നെ കുഴഞ്ഞു. ഇതാണ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന മുന്താണി. അതിൽ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദൂരത്തെ കൂടെ കാണുമ്പോൾ അങ്ങനെ ഒരു ചെറിയ തളക്കുണ്ട്, പക്ഷെ അടുത്ത് വരുമ്പോൾ നല്ല വർക്ക് ഉണ്ട് കേട്ടോ. അത് വീവിംഗ് ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1875 റുപ്പീസാണ്. ബ്ലൗസും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അടുത്ത ഒരു കളക്ഷൻ നോക്കിയാലോ. അടുത്തത് വരുന്നത് നമുക്ക് സോഫ്റ്റ് സിൽക്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. നേരത്തെ കണ്ടത് നമുക്ക് ജെറിയുടെ ആയിരുന്നു, ഇത് ത്രെഡ് വീവിംഗ് ആണ് വരുന്നത്. ഇത് ത്രെഡിലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ഇത് കുറച്ച് പ്രായമായിരിക്കും, അത്ര തിളക്കം വേണ്ട, അവർക്ക് ത്രെഡ് കൊടുക്കാൻ പറ്റിയ സാരിയാണ് കേട്ടോ. ത്രെഡ് വർക്കിൽ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞെടുക്കുന്ന ഒരു സാരിയാണ്. റേറ്റ് ഇതേ ഇരിക്കുന്നു, 1714 റുപ്പീസാണ്. ഓക്കെ, പിന്നെ ഈ കാണിക്കുന്നത് റേറ്റ് അല്ല, എക്സാക്ട് റേറ്റ്. ഇപ്പോൾ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെഡിങ് പാർട്ടിക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. ഇത് വരുന്നത് നമുക്ക് മുന്താണി, അതിൻ്റെ ഈ ഒരു ബോഡിയുടെ പോർഷൻ നോക്കിയാൽ നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത്. അത് ഫുൾ ത്രെഡ് വർക്കാണ്. ത്രെഡ് വർക്കാണ്. ഇങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ പ്രിന്റ് ആയിട്ട് ഒരു ഫീലിംഗ്. നല്ല ഫിനിഷിംഗ് ഉണ്ട് ചെയ്ത വർക്കിനെ, വർക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഒക്കെ സോഫ്റ്റ് സിൽക്കിൽ വരുന്നത്. സോഫ്റ്റ് സിൽക്കിൽ കുറേ നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സീരിയസ്ലി പറയാതും മാഡത്തിന്റെ ഹാൻഡ് പിക്ക് ആയിട്ട് ചെയ്തിട്ടുള്ള കുറേ വർക്കുകളൊക്കെ ഇതിലുണ്ട്. ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത് തപ്പണം. ഈ കുട്ടീനെ 1875. ഓക്കെ, അതിന് മുന്നേ കുട്ടി വരുമ്പോഴേക്കും നമ്മൾ തപ്പിയെടുക്കാണ്. ഇതും സെയിം അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ്. കളർ ചേഞ്ചും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ പിടിക്കാം. നേരത്തെ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച്. നേരത്തെ കണ്ടപ്പോൾ നമുക്ക് ബോർഡർലെസ്സിൽ തന്നെ സെയിം വർക്കിൽ തന്നെ. അപ്പോൾ കളർ ചേഞ്ച് ഡാർക്ക് ചാർട്ടും ഉണ്ട്, നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ രണ്ട് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. റേറ്റിനൊന്നും മാറ്റില്ല, റേറ്റ് സെയിം ആയിരിക്കും. നമ്മൾ ബഡ്ജറ്റ് പറഞ്ഞാൽ മതി. നമ്മുടെ എന്താ ബഡ്ജറ്റ്, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അവർ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ മുന്താണി കണ്ടോ, നല്ലൊരു ലെവൻഡർ ഷെയ്ഡ്,
പിന്നെ ഇതിൻ്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബോർഡർ തന്നെയാണ് കേട്ടോ. ബോർഡറിൽ നോക്കിയാൽ നല്ല ലെവൻഡർ ഷെയ്ഡിൽ തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ വീവിങ് പറഞ്ഞു. ഇവിടെ പ്രിന്റിന്റെ പണിയൊന്നും ഇല്ല. ആ എന്ത് രസമാണ് അത്, നല്ല ഭംഗിയായിട്ടുണ്ട്. ആ ഫിനിഷിംഗ് ആണ് അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2410 റുപ്പീസ് ആണ് കേട്ടോ ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത്. ഇതൊക്കെ നമുക്ക് നല്ല നല്ല, ഇത് കൂടാണ്ട് ഈ കട ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഒന്ന് ഓടിപ്പിച്ച് കാണിച്ചാൽ കണ്ടോ, ഈ ഫുള്ളിരിക്കുന്ന സാരീസാണ്. പക്ഷേ ഈ എല്ലാം സാരീസ് നമുക്ക് കാണിക്കാനായി പോസിബിൾ അല്ല. അപ്പോൾ കുറച്ച് കുറച്ച് പാറ്റേൺസ്, കുറച്ച് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡിസൈൻസ്. ഹാഫ് ആൻഡ് ഹാഫ് ആണ്. ഓക്കെ, ഹാഫ് ആൻഡ് ഹാഫ് വരെ ഇങ്ങനെ ഹാഫ് ആൻഡ് ഹാഫിൽ അതിൽ ഇങ്ങനെ പിടിച്ചോളൂ. ഓക്കെ, ഇതാ ഹാഫ് ആൻഡ് ഹാഫ് പോർഷനിൽ വരുന്നത് അല്ലേ. അതിൽ ഇതായിരിക്കും മുന്താണി വരുന്നത് വിത്ത് ടെസൽസ്. ഇത് ഹാഫ് ആൻഡ് ഹാഫ് പോർഷനിൽ ഇത് താഴേക്ക് വരും, ഇത് മേലേക്ക് വരും അല്ലേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലേ. അത് നമ്മുടെ ഇതനുസരിച്ചിട്ടിരിക്കും. ബ്ലൗസും ഹാഫ് ആൻഡ് ഹാഫ് ആണല്ലേ. അല്ല, ബ്ലൗസ് ഇങ്ങനെ വരും. ഇല്ല, ഡാർക്ക് ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്നാലും ബ്ലൗസ് ഇങ്ങനെ ഫുള്ള് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, ഇതൊരു ചെറിയൊരു ആ ഒരു ഡിഫറൻസ് മാത്രം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തേക്ക് കിടന്നാലോ നമുക്ക്? അടുത്തത് നോക്കാം നമുക്ക്. സോഫ്റ്റ് സിൽക്ക്, ഒരു ടീൽ കളർ അല്ലേ. ടീലിൽ നല്ലൊരു മജന്ത, അതിൽ മുന്താണി വരുന്നത് ഇത് നല്ലൊരു ഡാർക്ക് വേണമെന്ന് പറയണവർക്ക് ഇതൊക്കെ ഇട്ടോടത്ത് ഇങ്ങനെ കണ്ട് നിന്ന് പോട്ടോ. ഇതിൻ്റെ റേറ്റ് 2500. ഓക്കെ, ഇതൊക്കെ ശരിക്ക് ഇപ്പോഴും പറയുകയാണ്, പുറത്ത് നിങ്ങളിപ്പോൾ വലിയ വലിയ പേര് കേട്ട ഷോറൂമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ റേറ്റൊക്കെ ഇരട്ടിയായിട്ട് കിട്ടും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഓൺ മാനുഫാക്ചറിങ് ആണ്, അങ്ങനെ വീവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സെറ്റ് മുണ്ടൊക്കെ ഇവിടെയല്ലേ വീവ്. പിന്നെ ഈ സാരീസ് എന്നൊക്കെ പറയുമ്പോൾ തിരുപ്പൂരല്ല, വേറെ സ്ഥലമുണ്ട്, മേട്ടുപ്പാളയം ആ ഭാഗത്താണ്. ആ ഭാഗത്തുണ്ട്. പിന്നെ കാഞ്ചീപുരം ഉണ്ട്. അവിടെയൊക്കെയാണ് വീവിങ് ചെയ്യുന്നത്. അവിടെയൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട് കേട്ടോ വീവിങ്ങിന് വേണ്ടിയിട്ട്. ഇത് പ്യുവർ ഹാൻഡ്ലൂം സോഫ്റ്റ് സിൽക്ക് ആണ്. ഓക്കെ, അപ്പോൾ അതിന് റേറ്റ് കൂടും. ഹാൻഡ്ലൂം പ്യുവർ ആയതുകൊണ്ട് കേട്ടോ. ഇത് ഫുൾ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ കോൺട്രാസ്റ്റ് ആണ്. ഇതിൻ്റെ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട് വർക്ക്, നല്ല രസത്തിൽ. അതും ബോർഡർ വീതി കൂടിയ ടൈപ്പ് ആയിട്ടാണ്. ബോർഡറിന് ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇത്തിരി വീതി കൂടിയ ടൈപ്പാണ് ഇത് വരുന്നത്. ഇത് ഹാൻഡ്ലൂം ആയതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി റേറ്റ് ഉണ്ടാവും. ഏകദേശം 9130. ഹാൻഡ്ലൂം ആയതുകൊണ്ട് തന്നെ ഇനി ഹാൻഡ്ലൂം പവർലൂമിന്റെ വ്യത്യാസം പറഞ്ഞത് എൻ്റെ ഹാൻഡ്ലൂം ആണെന്ന് ചിന്തിച്ചോ അപ്പം തന്നെ ചിന്തിച്ചോ അതിന് അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും എന്നുള്ളത്. ചിലർക്ക് ഹാൻഡ്ലൂം മാത്രം യൂസ് ചെയ്ത് ശീലമുള്ളവരുണ്ടാവും. അതെ, അങ്ങനെ യൂസ് ചെയ്ത് ശീലം. ഇതൊക്കെ ഇരിക്കുന്നത് നമുക്ക് വെഡിങ് സാരീസ് ആണ്. വെഡിങ്ങിന് ഈ കാഞ്ചീപുരം ഉണ്ട്. അതിനും റേറ്റ് കുറഞ്ഞ. ഇപ്പോൾ കാഞ്ചീപുരം വേണ്ട, കാഞ്ചീപുരം ആകുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനും കുറവ് അഫോർഡബിൾ റേറ്റിൽ ഒരു 5000 ആ റേഞ്ചിലൊക്കെ വെഡിങ് സാരി ചോദിക്കുന്നവർക്ക് അങ്ങനത്തെ സാരീസും ഉണ്ട്. 5000, 6000 അതൊക്കെ നമുക്ക് കാണാം. ഇതിലുണ്ടെന്ന് തോന്നുന്നു. ഇതിലുണ്ട് റേറ്റ് കുറഞ്ഞതുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതും സോഫ്റ്റ് സിൽക്ക് ആണ്. ഇതും ഹാൻഡ്ലൂമിൽ വരുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടമാണ്. ആ കോൺട്രാസ്റ്റിൽ നല്ല, നമ്മൾ എവിടെ നിന്നാലും കണ്ടുപോകും. അത് കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ടീലും ആ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടിയിട്ടായിട്ട് വരുന്നത്. പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് 6993 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മുടെ ബഡ്ജറ്റ് ഞാൻ വീണ്ടും പറയുകയാണ്, 200 വരെ വേണോ, 300 വരെ വേണോ, 400 വരെ, അതിനനുസരിച്ചിട്ടുള്ള എല്ലാം സാരീസ് ഇവിടെ അവൈലബിൾ ആണ്. അത് 50,000 സാരീസ് വേണമെന്ന് വെച്ചാൽ അതും കിട്ടും. അതും നമ്മുടെ ഇഷ്ടപ്പെട്ട. ഇനി പ്യുവർ വേണോ, സെമി വേണോ, അങ്ങനെ എല്ലാം അതും കേട്ടോ. ഇത് വരുമ്പോൾ ബോർഡർലെസ് ആണോ എന്ന് ചോദിച്ചാൽ ബോർഡർലെസ് ആണ്. എന്നാൽ ചെറുതായിട്ട് ബോർഡർ ഉണ്ട്, ഡിസൈന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് ഒരു ബോർഡറിൻ്റെ വർക്കും കൂടി പോയിട്ടുണ്ട് കേട്ടോ. അത് ബോർഡർ കാണുമ്പോൾ ചോദിച്ചാണ്, അത് സിംഗിൾ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ വർക്ക്. ഇത് റേറ്റ് വരുന്നത് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. 4,999 കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് നോക്കാം. നല്ല വാർലി പ്രിന്റ്. ഇത് നോർമലി കുർത്തീസിലൊക്കെ കൂടുതൽ ഇങ്ങനെ നമ്മൾ ബോർഡറിലൊക്കെ കണ്ടിട്ടുണ്ട് വാർലി പ്രിന്റ് ആണ്. പക്ഷെ ഇത് വരുന്നത് വീവിംഗ് ആണ്. വാർലിയുടെ വീവിംഗ് ആണ്. ഇത് പ്യുവർ ആണ്, ഹാൻഡ്ലൂമില്. ഓക്കെ, ഇതാണ് നമുക്ക് 1 സിംഗിൾ ഷെയ്ഡില് ഫുൾ വാർലിയുടെ പ്രിന്റ് ആണ് ഇതില്
ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സ് അല്ലാണ്ട് നമുക്ക് ഇഷ്ടംപോലെ കളേഴ്സും അവൈലബിൾ ആണ് ഇതിൽ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഓരോന്ന് കയ്യിൽ കിട്ടിയപ്പോൾ അത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഹാൻഡ്ലൂം ആകുമ്പോൾ റേറ്റ് ഉണ്ടാവും കേട്ടോ. അത് വീണ്ടും വീണ്ടും എടുത്ത് പറയാണ്. ഇതിൻ്റെ റേറ്റ് ആദ്യമേ നോക്കി വയ്ക്കാം ഞാൻ. 7,141 റുപ്പീസ്. അത് ഹാൻഡ്ലൂം ആയതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വീണ്ടും പറയാണ്. ഇത് വരുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് ആണ്. അതും തന്നെ കോൺട്രാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. ടെമ്പിളുടെ ഡിസൈൻസ്, ടെമ്പിളുടെ ഡിസൈനാണ്. അതും വീവിങ്ങിലാണ് ഇത് വരുന്നത് കേട്ടോ. അതും ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ്. ഉടുത്താൽ അവിടെ ഭംഗിയിൽ കിടക്കും ചെയ്യും. അതാണ് ഹാൻഡ്ലൂമിൻ്റെ ഒരു പ്രത്യേകത കൂടി. സോഫ്റ്റ് സിൽക്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇതും പ്യുവറിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുന്താണി അതുപോലെ തന്നെ അതിൻ്റെ ബോഡി പോർഷൻ ശരിക്കും നിവർത്തിയാലല്ല അതിൻ്റെ ഭംഗി അറിയുള്ളൂ അല്ലേ. ഇതാ ഇത് ഇങ്ങനെ പിടിച്ചോ. ഇതാ അതാ നിവർത്തിയില്ലെങ്കിൽ എത്ര നഷ്ടമായേനെ. ഇത് കാണാണ്ട് പോയി കണ്ടോ. ആ ഒരു ബോർഡർ ഇത്ര വീതിയിൽ നല്ല ഭംഗി. അത് ഫുൾ ത്രെഡ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് 8,000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഹാൻഡ്ലൂം ആയതുകൊണ്ട് തന്നെ കേട്ടോ. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ലോ റേഞ്ചിൻ്റെ അപ്പുറത്ത് കാണിക്കാനുണ്ട്. അത് കൂടാണ്ട് മുകളിലും ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ ഇരുന്ന് കണ്ടാലോ എല്ലാതും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് വരുന്നത് നമുക്ക് കോൺട്രാസ്റ്റിൽ തന്നെ. ഈ ഒരു കളർ എപ്പോഴും ട്രെൻഡിൽ നിൽക്കുന്നില്ല. എപ്പോഴും ട്രെൻഡിൽ നിൽക്കും. ഇനി ഇഷ്ടപ്പെട്ട കളർ പറയാൻ വെച്ചാൽ അതും നമുക്ക് ചെയ്തു തരാൻ പറ്റുമല്ലോ. അതും ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട മനസ്സിൽ എന്തെങ്കിലും ഡിസൈൻസ് എന്തെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ സാരീസിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ ആണ്, ഇപ്പോൾ ബൾക്കായിട്ട് നമുക്ക് ഇത്ര വേണം, ഇത്ര ഒരു കളറിൽ തന്നെ യൂണിഫോം പോലെ അങ്ങനെ കോംബോ. എല്ലാരും വീട്ടിലിപ്പോ കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാരും ഇപ്പൊ കോംബോ അല്ലേ, എല്ലാരും ഒരേപോലെ ഇടണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ആ കളേഴ്സ് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അതും ചെയ്ത് തരുന്നതായിരിക്കും. ഇതും കോൺട്രാസ്റ്റിലായിട്ട് വരുന്നതാണ്. ബ്ലൗസ് വരുന്നത് ആ ഒരു നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇതും ഹാൻഡ്ലൂമിൽ തന്നെയാണ് വരുന്നത് അല്ലേ. ഇതിന്റെ റേറ്റ് ആണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണേ. റേറ്റ് തപ്പാനായിട്ട് കുട്ടി വരൂ. കുട്ടീനെ കൊണ്ടാണ് റേറ്റ് തപ്പിക്കുന്നത്. ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്തോട്ടെ. കിട്ടിയാ ഇല്ല, ഒരു കാര്യം ചെയ്തോട്ടെ. ഇതിൻ്റെ റേറ്റ് അറിയാനായിട്ട് കോമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. വിത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി എന്താ ഇതിൻ്റെ റേറ്റ് എന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക്. ആദ്യം റേറ്റ് നോക്കി വയ്ക്കുക. ഇത് സോഫ്റ്റ് സിൽക്കാണ്. സോഫ്റ്റ് സിൽക്കിന് ഒരു 6,993 സോഫ്റ്റ് സിൽക്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഹാൻഡ്ലൂം സാരിയാണ് കേട്ടോ. ഇതാ അതും ഫുൾ ത്രെഡ് വർക്കിലാണ്. ഇനി ത്രെഡ് വർക്കിന് പകരം നിങ്ങൾക്ക് അത് ജറി വർക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ നിന്ന് ചെയ്ത് തരുന്നതായിരിക്കും. നല്ല സാരീസ് കാണുമ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ സാരി ഉടുത്തില്ല എന്നുള്ളൊരു വിഷമം. എന്തൊരു രസമല്ലേ സാരീസൊക്കെ ഉടുത്ത് വരുമ്പോൾ. അപ്പോൾ ഇത് ഹാൻഡ്ലൂമിൽ കേട്ടോ. ഇത് സോഫ്റ്റ് സിൽക്ക്. അത് പിടിക്കുമ്പോൾ തന്നെ നല്ല ഇങ്ങനെ ഒഴുകി പോവല്ലേ. ഇത് ഹാൻഡ്ലൂം അല്ല, ഇത് നോർമൽ സോഫ്റ്റ് സിൽക്ക് ആണ്. ഇത് 2,410 ആ ഒരു റേഞ്ച്. അപ്പോൾ 2,410 റുപ്പീസിൻ്റെ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വീവിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഫുൾ ആ റൗണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് വീണ്ടും പറയാണ് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഉള്ളത് തന്നെ നല്ല അടിപൊളിയാണ്. അതും മേടിച്ച് പോകും ആൾക്കാർ, അത്രയും നല്ല വർക്ക്. ഇനി ഈ ഒരു ബോക്സിൽ ഇരിക്കുന്ന ഐറ്റംസ് എന്താണ്? ഇത് പ്യുവർ കാഞ്ചീപുരമാണ്. എല്ലാം അല്ല, കുറച്ച് വേറെയും വെച്ചിട്ടുണ്ട്. ഇത് പ്യുവർ കാഞ്ചീപുരം കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അതാകുമ്പോൾ അത്രയും പ്യുവർ ആയതുകൊണ്ട് പ്യുവർ ആയിട്ടുള്ള രീതിയിൽ കിടക്കും മെത്തിയൊക്കെ ഇട്ടിട്ട് വേണം ഇരുത്താനായിട്ട്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ സിൽവറും ഒരു ഗോൾഡ് എല്ലാം മിക്സിംഗ് ആണ്. റോസ് ഗോൾഡ് എല്ലാം മിക്സ് ചെയ്ത ഒരു പാറ്റേൺ ആണ്. അത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വീവിങ് പോയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് അറിയൂല. എന്നാൽ കോൺട്രാസ്റ്റിൽ വേണം. വാവ്, മുന്താണി നോക്കി എന്ത് രസമാണ് കാണാനായിട്ട്. അതും ആ ഒരു പീക്കോക്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് പ്യുവറിലല്ലേ? പ്യുവറിലായത്. ബ്ലൗസ് വരുന്നത് ഇതല്ലേ? പീകോക്ക് ഷെയ്ഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡും കൂടിയാണ്. എല്ലാ സ്കിൻ ടോണിനും പറ്റിയ ഒരു കളറാണ്. അതെ, ഡാർക്ക് ആയാലും ഡസ്കി ആയാലും ഫെയർ ആയാലും എല്ലാവർക്കും പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ. ഇനി ഇതിൻ്റെ റേറ്റ് നോക്കാം നമുക്ക്. ഇത് ഒറിജിനൽ കാഞ്ചീപുരം ഒറിജിനൽ കാഞ്ചീപുരമാണ്. എത്ര?
24,570 റുപ്പീസ് പ്യുവർ കാഞ്ചീപുരം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 50,000 സാരീസ് വരെ ഉണ്ട്. ഇനി കാഞ്ചീപുരത്തിൽ തന്നെ നമുക്ക് സെമി ആയിട്ട് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ കല്യാണ പാർട്ടിയൊക്കെ വരുമ്പോൾ അവർ ആദ്യം റേഞ്ചാണ് പറയാ, 25ൻ്റെ സാരി ഇട്, 35ൻ്റെ സാരി ഇട്, അങ്ങനെയുള്ളവർക്കാണ് ആ സാരി കേട്ടോ. അതിൻ്റെ റേഞ്ച് കുറവിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് വെഡിങ് സാരിയാണ്. ക്രിസ്ത്യൻസിന്റെ അല്ല ഓഫ് വൈറ്റ് ചോദിച്ചിട്ട് വരും തന്നെ ചോദിക്കാറുണ്ട്. ഓഫ് വൈറ്റിൽ ഇങ്ങനെ കാഞ്ചീപുരം സാരി വേണമെന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അവർക്കുള്ള സാരിയാണ്. അപ്പോൾ ഇത് കാഞ്ചീപുരത്തില് ഓഫ് വൈറ്റ് സാരി, അതിലും നമുക്ക് ഇപ്പൊ ബ്രൈഡലിന് ഇപ്പൊ ഹിന്ദു ബ്രൈഡലൊക്കെ ആണെങ്കിൽ അവർക്ക് ആരി വർക്കൊക്കെ ചെയ്യാനായിട്ട് പല മൾട്ടി കളേഴ്സിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. അങ്ങനത്തെ വെറൈറ്റി ആണ് ഇത് വരുന്നത്. ഒരു സിംഗിൾ ഷെയ്ഡ് അതിൽ ഫുൾ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. കാഞ്ചീപുരം ആണത്. ഓക്കെ, ഇതിൻ്റെ ബോക്സ് അടക്കം അങ്ങോട്ട് കൊടുത്തോളൂ, എടുത്തണ്ടേ തേല്. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിലും ഫുൾ ആ ഒരു വീവിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. നേരത്തെ കണ്ട ആ ഒരു സെയിം തന്നെ, പക്ഷെ അതിൽ വീവിങ് സിഗ്സാക്ക് പോലെയാണ് വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ അധികം ഇങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ് അല്ല. അതെ, പേസ്റ്റലും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ്സും വരുന്നുണ്ട്. ഇതിന്റെ ബോർഡർ നോക്കി നല്ല വീതി, ഇത് എനിക്ക് തോന്നുന്നത് ഒരു 10-12 ഇഞ്ച് അങ്ങോട്ട് ഉണ്ടാവും ഇത് വരുന്നത്. ഇതിന്റെ മുന്താണി ഇത് എൻ്റെ പ്രത്യേകത, മുന്താണിയുടെ കൂടെ ആയിരിക്കും ഇതിന്റെ ബ്ലൗസും കൂടി വരുന്നത് കേട്ടോ. ഈ കുറച്ച് കൂടിയ റേറ്റിന്റെ സാരീസ് ഒക്കെ വരുമ്പോൾ മുന്താണിയുടെ മുന്നിൽ തന്നെയായിരിക്കും ബ്ലൗസസ് വരുന്നത്. ഇത് മുന്താണി വരുന്നത്, അതിന്റെ ബ്ലൗസ് വരുന്നത് ഈ പോർഷൻ ഫുൾ എല്ലാതും ഒരുപോലെ ആയിട്ട് ഫീൽ ചെയ്യും. ഇതിന്റെ തന്നെ ലോ റേഞ്ചിന്റെ ഉണ്ട് കേട്ടോ. ഒരു 1000-2000 റേഞ്ചിന്റെ ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് നമ്മൾ. ഇതൊക്കെ റേറ്റ് കൂടും. 18,000. ഇത് പ്യുവർ ആയതുകൊണ്ട് റേറ്റ് കൂടും കേട്ടോ. ഇതും പ്യുവർ ആണ്. പ്യുവർ ആയതുകൊണ്ട് 2 gram 3 gram എന്നൊക്കെ പറയുന്നത് ഗോൾഡ് ജെറി അതിന്റെയാണ് ഈ സാരി. ഓക്കെ, അപ്പോൾ ഇത് 3 gram ഗോൾഡിന്റെ സാരിയാണ് വരുന്നത്. അതിലെ മുന്താണി പോർഷൻ ഇതാണ്. അതിൽ 3 gram ഗോൾഡ് എന്ന് പറയുമ്പോൾ ഇനി ഇത് ചെക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് മെഷീൻസ് വരെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇത് പ്യുവർ ആണോ എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനാണ് ബ്ലൗസ്, ഈ പോർഷനാണ് കേട്ടോ വരുന്നത്. ഇവിടെ ടെസൽസ് നമുക്ക് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇത് മുന്താണി, ഇതുപോലെ ഫുൾ വർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. കളേഴ്സ് ചോദിച്ചാൽ എല്ലാതും ഉണ്ട്. കാരണം എന്താ, ഈ കാണുന്നതൊക്കെ നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ കളക്ഷൻസിൻ്റെ സാരീസാണ്. എല്ലാതും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാട്ടോ അത്യാവശ്യം ഉള്ളത് മാത്രം നമ്മൾ കാണിക്കുന്നത്. പിന്നെ വരുന്നത് നമുക്കൊരു പീക്കോക്ക് ഷെയ്ഡിൽ തന്നെ വരുന്ന, ഇതൊരു സിൽവർ ആൻഡ് റോസ് ഗോൾഡ് ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതല്ലേ. രണ്ടും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ഒരു വീവിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതും പീക്കോക്കിൽ തന്നെയാണ് കേട്ടോ. ചെക്ക് പാറ്റേണിൽ അല്ലേ. അതിൽ ഒക്കെ ഒരു ഒറ്റ സിംഗിൾ ഇതിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ പോർഷൻ, അതുപോലെ തന്നെ ബോഡിയുടെ പോർഷനാണ് ഈ കാണുന്ന പോർഷൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും പ്യുവറിൽ തന്നെയാണ്. റേറ്റ് ഇനി പറഞ്ഞില്ല, ഏകദേശം ഒരു 10,000 മുകളിലൊക്കെ പിടിച്ചു എല്ലാത്തിൻ്റെയും റേറ്റ്. കാഞ്ചീപുരം ആയതുകൊണ്ട് റേറ്റ് ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ. ഇനി കോൺട്രാസ്റ്റിൽ പേസ്റ്റൽ ഷെയ്ഡിൽ നല്ലൊരു പിസ്ത ഗ്രീനും ഒരു ബ്ലൂ സിൽവർ ജെറിയാണ്. സിൽവർ ആൻഡ് ഗോൾഡൻ ജെറി കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, അത് പ്യുവർ സിൽവർ ആൻഡ് ഗോൾഡും കൂടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചിട്ട് വരുന്നവരും അവർക്കുള്ള സാരീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. കാണുന്നത് മൊത്തം സിൽവർ ആണ് കേട്ടോ. വിറ്റാലും നമുക്ക് കാശ് കിട്ടും. ഈ സാരി നമ്മൾ മേടിച്ചാലും നമുക്ക് കൊടുത്താലും അതിന് കാശുണ്ട്. ഈ കാരണം ഇതിൽ ഗോൾഡും സിൽവറാണ് മെയിനായിട്ട് കയറ്റിക്കണത്. നല്ല കളർ ഷെയ്ഡാണ്, നല്ലതായിട്ടുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ഷെയ്ഡാണ്, നല്ല കോൺട്രാസ്റ്റിൽ വരുന്ന. അടുത്തത് ഒരു മജന്ത ഷെയ്ഡ്, അതും സെയിം. ഇതും പ്യുവറിൽ തന്നെയാണല്ലേ. ഇപ്പോൾ കാണിക്കാൻ പോണതൊക്കെ പ്യുവറിൽ വരുന്നതാണ് കേട്ടോ. നമുക്ക് അതിൽ മുന്താണി വരുന്നത് ഇതാ ഈ ഒരു പോർഷൻ, അതിൽ ചെക്കിൻ്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. മജന്ത ഷെയ്ഡ് അല്ലാണ്ട് നമുക്ക് വേറെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ അതും ഉണ്ട്. അതിൻ്റെ ബ്ലൗസ് വരുന്നത്, ബ്ലൗസിന് ചെറിയ ചെറിയ ഇങ്ങനെ ഇത് ഫുൾ വീവിങ് തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ ബൂട്ട വർക്കിൽ വരുന്ന കളക്ഷൻസ്. ഇത് മുന്താണി അല്ലേ. ഓക്കെ, നല്ല പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റും കൂടിയ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഹാൻഡ്ലൂം അല്ല, റേറ്റ് കുറഞ്ഞ കല്യാണ പാർട്ടിക്ക് അങ്ങനെയുള്ള സാരികളാണ് ഇതൊക്കെ. ഓക്കെ,
ഇതിൻ്റെ റേറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല, അപ്പോൾ പറയാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 7,644 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ റേഞ്ച് കുറവ് വരുമ്പോൾ വീണ്ടും കുറയും. 15% വെഡിങ് സാരി എടുക്കുമ്പോൾ 15% ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ നല്ലൊരു ചില്ലി റെഡ് കേട്ടോ. ഇത് മുന്താണി, അതുപോലെ തന്നെ ഒരു സിംഗിൾ ഷെയ്ഡിൽ തന്നെയാണ് ഇത് ഫുൾ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയാനായിട്ട്. സാരീസ് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഡിസൈൻസ് കഞ്ചു പോവാട്ടോ. ഇനി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ പീകോക്കിൻ്റെ കളറിൽ സാരി, അതിൻ്റെ മുന്താണി പോർഷൻ ഫുൾ കോപ്പറിൻ്റെ സെറിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പാറ്റേൺ കണ്ടപ്പോൾ തന്നെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് പ്യുവറിലാന്ന് തോന്നുന്നു. പ്യുവർ ആകുമ്പോൾ റേറ്റ് ഉണ്ട് കേട്ടോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ ബ്ലൗസ് ഈ പോർഷൻ അല്ലേ, അതിലും ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബൂട്ട വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. എന്നാ ഇതിലേക്ക് എടുത്തിക്കോ. ഇനി വരുന്ന സാരി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട് പേര് മറന്നല്ലോ. പ്യുവർ ആയിട്ട് തമിഴ്നാട്ടിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സാരിയാണ് ഇത് വരുന്നത്. ഇതിന് തന്നെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് അല്ലേ, ചെട്ടിനാട് കോട്ടൺ. അതിന് തന്നെ നമുക്ക് പട്ടില് വരുന്നത് കേട്ടോ. ഇതില് കോൺട്രാസ്റ്റ് പ്യുവറിൽ വരുന്നത് അല്ലേ. ഇതൊക്കെ ട്രഡീഷണൽ കളർ, ട്രഡീഷണൽ ഡിസൈൻസ്. ഇനി ഡിസൈൻസിന് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ ആ കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ റേറ്റ് ഹാൻഡ്ലൂം ആയതുകൊണ്ട് 7,000 ആ ഒരു പ്യുവർ ആയതുകൊണ്ട് ആ റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കുറേ ഉണ്ടല്ലോ അല്ലേ. ഇത് ഇത്തിരി വെറൈറ്റി ഉണ്ട്, അത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. പോച്ചമ്പള്ളി അല്ലേ. ഇതിൻ്റെ ഉള്ളിലത്തെ മുന്താണി, അതേപോലെ ഇതിൻ്റെ വർക്കാണ് ശരിക്കും കാണേണ്ടത് കേട്ടോ. പോച്ചമ്പള്ളിയിലെ പോച്ചമ്പള്ളിയിൽ അതിൽ ഇവിടെ ഒരു ഇങ്ങനെ ട്രീരെ പോലെയൊക്കെ ഒരു ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ. ഈ കാണുന്നത് എല്ലാതും വീവിങ് ആണ്. അതുപോലെ ഈ ഇത് പ്രിന്റ് ആണ് വരുന്നത്. ഈ നടുക്കിൽ കാണുന്നത് പ്രിന്റ് ആണ്, പോച്ചമ്പള്ളി പ്രിന്റ് ആണ് കേട്ടോ. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്, വെറൈറ്റി ഐറ്റംസ്. പിന്നെ വരുന്നത് സാരീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, കാണിച്ചാലും തീരില്ല അല്ലേ. ഗോൾഡൻ കളറിൽ പ്യുവർ ഗോൾഡ്, അതിൽ മെറൂൺ ഷെയ്ഡാണ് ബോർഡർ വന്നിരിക്കുന്നത്. ബോർഡർ നോക്കുകയാണെങ്കിൽ ഇതാ അടിപൊളി ഗോൾഡൻ മാത്രം ആവശ്യപ്പെടുന്നവർ. എന്നാൽ അതിൽ നമുക്ക് കളർ വേണമെന്ന് പറയുകയാണെങ്കിൽ ബോർഡറിൽ കളറും ഉണ്ട്. ഇതൊക്കെ പ്യുവർ തന്നെ അല്ലേ. ഇതിൽ ബ്ലൗസ് വരുന്നത് ഇത് ചെറിയ ചെറിയ ബൂട്ട വർക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഇനി നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ മേടിക്കാൻ എങ്ങടാ വരേണ്ടത്? ഇത് തിരുവില്ലാമലയിൽ നിന്ന് 2 കിലോമീറ്റർ, നമ്മുടെ തൃശ്ശൂർ തിരുവില്ലാമല. അവിടെ ബസ് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു പെട്രോൾ പമ്പൊക്കെ കാണാം. ആ പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് വണ്ടിയിലാണ് വരണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ബസ് അവിടെ നിന്ന് തന്നെ കിട്ടും. നമുക്ക് ആ ബസ് കയറി കഴിഞ്ഞാൽ വീണ്ടും അത്താണി എന്ന് പറയണം. അത്താണി എന്ന് പറയുമ്പോൾ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഷോപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം സ്റ്റോപ്പ് എത്രയാണെന്ന് കണ്ടക്ടറിനോട് ചോദിച്ചാൽ മതി. എന്തായാലും അത്താണി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സുപ്രിയ കളക്ഷൻസിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് റീറ്റെയിലാണ്, എന്നാൽ പോലും ഇവിടെ ഡിസ്കൗണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അത് കൂടാണ്ട് ഇനിയിപ്പോൾ ഷോപ്പുകാർക്കാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം എന്ന് വെച്ചാൽ അവർക്ക് ഹോൾസെയിൽ ഷോപ്പ് വേറെ ഉണ്ട്. അത് കുറച്ചുകൂടി ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഇത് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കിട്ടും, അത്രേ ഉള്ളൂ. അവിടെ വരാണെങ്കിൽ സെയിം ഈ കളക്ഷൻസ് ഒക്കെ തന്നെയാണ്. അല്ല, അവിടെ വന്നിട്ട് നമ്മുടെ കേരള സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അങ്ങനത്തെ കളക്ഷൻ, കളർ സാരിയാണ് ഇവിടെ കൂടുതലും ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു പോവാം. ഇനി കുറേയും കാണാനുണ്ട് നമുക്ക് കളക്ഷൻസ്. ഇതൊക്കെ സാരീസിൻ്റെ വെറൈറ്റീസാണ്. കോൺട്രാസ്റ്റിലുണ്ട് നമുക്ക്, അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. ഇങ്ങനെ സാരീസിൻ്റെ കളക്ഷൻസാണ്. ഇത് കൂടാണ്ട് നമുക്ക് ഇതൊന്ന് ഓടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സാരീസ് ഇഷ്ടം പോലെ നമുക്ക് വെറൈറ്റീസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സാരീസിൻ്റെ ഇനി വെറൈറ്റി പ്യുവർ വൈറ്റിലൊന്നും എടുത്ത് അത് വൈറ്റ് അല്ലേ, പ്യുവർ വൈറ്റ് അല്ലേ? ഇത് പ്യുവർ വൈറ്റ് ആണ്. പ്യുവർ വൈറ്റ് കേട്ടോ.
നമ്മൾ നേരത്തെ കണ്ടത് ഗോൾഡനിൽ കണ്ടു, അതുപോലെ ഓഫ് വൈറ്റിലും കൂടി കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് വൈറ്റ്, ഇത് പ്യുവർ വൈറ്റിൽ കേട്ടോ. അപ്പോൾ കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ സാരീസിൻ്റെ ഒരു സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 5% നമ്മൾ ഇതിൽ നിന്ന് കാണിച്ചിട്ടുള്ളൂ, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ. അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് അഫോർഡബിൾ ആണ്, ഡിസ്കൗണ്ടിലും കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇപ്പുറത്തെ ഒരു സെക്ഷനിലേക്ക് കിടക്കാം. ഇവിടെ ട്രയൽ റൂം ഉണ്ട്, ഡയറക്റ്റ് വരാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് വരാൻ നോക്കാം. കുർത്തീസ് കേട്ടോ, സാരീസ് ആണെങ്കിൽ മേത്ത് വെച്ച് നോക്കാം. ഇനി ഇപ്പുറത്തെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ മെറ്റീരിയൽസിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ ഒരു സെക്ഷനാണ് ഇത് വരുന്നത്. ഇനി റണ്ണിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ടിഷ്യൂൻ്റെ ഉണ്ട്, പിന്നെ കോട്ടണിൽ വരുന്നുണ്ട്. അതിൽ ഇത് ഫുള്ള് ഇങ്ങനെ മീറ്റർ വൈസ് മുറിച്ചെടുക്കാൻ പറ്റും. മീറ്റർ വൈസ് മുറിച്ചെടുക്കാം, നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മുടെ അനുസരിച്ചിട്ട് മീറ്റർ വൈസ് മുറിച്ചെടുക്കാൻ പറ്റും. അതിൽ പല പല പ്രിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ പ്രിന്റ്സ് നോക്കാണ്ട് ഇതാ പ്രിന്റ് ഉണ്ട്, പ്ലെയിനിൽ വരുന്നുണ്ട്, പല പ്രിൻസിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്രിൻറ്റ് ചെയ്താന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ചാൽ മതി, കാരണം ഇതെല്ലാം ബണ്ടിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാൻ എളുപ്പമല്ല. ഇത് കൂടാണ്ട് ഇതിപ്പുറത്ത് ഇത് ഷർട്ടും ഉണ്ട് അല്ലേ? ഇത് സിൽക്കിൻ്റെ. ഓക്കെ, ഈ മെറ്റീരിയൽ ഞാൻ തോന്നുന്നു സെയിം ഈ മെറ്റീരിയൽ. അതെ, ഇത് മെറ്റീരിയൽ, ആ മെറ്റീരിയൽ തന്നെ നമുക്ക് ഷർട്ടും. അപ്പോൾ ഷർട്ട് ഇവിടെ തയ്ച്ചു കൊടുക്കുന്നു, അതും തയ്ച്ചു കൊടുക്കും. ഓക്കെ ഓക്കെ, ഷർട്ട്, കുർത്തീസ്, പിന്നെ ബ്ലൗസ്, അങ്ങനെ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം സ്റ്റിച്ച് ചെയ്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ഇത് കൂടാണ്ട് സിൽവർ, റോസ് ഗോൾഡ്, ഇതൊക്കെ ഇത് ബോർഡർ ആണ്. ഇത് വന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നത് അല്ലേ? ബോർഡർ മാത്രം വെക്കാൻ. ഓക്കെ, ആ നമുക്ക് അത് ബൾക്കായിട്ട് ഈ ഹോൾസെയിൽക്കാർ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് യൂണിറ്റുകാർ അവർക്കൊക്കെ ഇത് മെയിനായിട്ട് ആവശ്യം വരും. ഇത് അല്ലേ? ആ, ഇതിപ്പോൾ മുറിച്ച് വെച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഇത് മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇത് മുറിക്കാണ്ട് തന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും കൊണ്ടുപോകാം, ഫുൾ റോളായിട്ട് ഉള്ള. അതിൽ പല പ്രിൻസിൽ വരുന്നുണ്ട്, ആനര വരുന്നുണ്ട്, കഥകളി വരുന്നുണ്ട്. ഇതൊക്കെ അത് ബോർഡേഴ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേഞ്ചൊക്കെ എങ്ങനെ വരും? ഒരു ഫുൾ റോൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ മീറ്റർ വൈസ് ആണ്. മീറ്റർ വൈസ് ആണ് ഇത് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ മീറ്റർ വൈസ് 12 രൂപ എന്താണ്? 12 രൂപ ഒരു മീറ്ററിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല പ്രിൻസിൽ ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് സാരി ഫോൾസ് ഉണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് തന്നെ, ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ, ഇതൊക്കെ സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് ഉപരി മെയിനായിട്ട് നമുക്ക് കാണിക്കാനുള്ളത്. ഇതാ അജ്രക്കിൻ്റെയും കോട്ടൻ്റെ നല്ല നല്ല വെറൈറ്റി പ്രിൻറ്റുകളും വരുന്നുണ്ട്. ഇനി ഇഷ്ടപ്പെട്ട പ്രിൻറ്റ് ഏതാണെങ്കിൽ ഇപ്പം തന്നെ നോക്കി വെച്ചോട്ടോ, ഒക്കെ നമുക്ക് കുർത്തിയാക്കി മാറ്റി തരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ അളവ് കൊടുത്താൽ മതി. അതെ, അളവ് കൊടുത്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് വരാണെങ്കിൽ നമ്മുടെ അളവും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കിക്കോ. ഇതൊക്കെ പ്രിൻറ്റുകളാണ്, പല പല പ്രിന്റുകൾ. അതിൽ കോട്ടൺ, റയോൺ എങ്ങനെയൊക്കെയാണ് വരുന്നത്? അതെ, കോട്ടണിലും വരുന്നുണ്ട്. ഇത് ഫുൾ കോട്ടൺ ആണ്. ഇതൊക്കെ റയോണിലും വരുന്നുണ്ട്. ഇതിന്റെ പല പ്രിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓടിപ്പിച്ച് നോക്കിക്കോട്ടെ. ഇതൊക്കെ അതുപോലെ ഇതൊക്കെ കാന്ത പ്രിന്റ് ബ്രൊക്കേഡിൽ വരുന്നുണ്ട്. ഇവിടെ വരെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം നമുക്ക് പട്ട് പാവാട വരെ ബ്ലൗസുകൾ തയ്ക്കാൻ പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സാരിക്കുള്ള ബ്ലൗസുകൾ തയ്ക്കാൻ പറ്റിയിട്ടുള്ള പല ബ്രൊക്കേഡിന്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഇനി ഇത് മുകളിൽ നോക്കുകയാണെങ്കിൽ മൊത്തം ടിഷ്യൂവിൽ പല കളേഴ്സിൽ വരുന്നത്. അതിൽ നമുക്ക് പല ഹാൻഡ് വർക്ക്സ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കളേഴ്സ് മെറ്റീരിയൽസൊക്കെയാണ്. ഇത് നമുക്ക് 1/2 മീറ്റർ 1 മീറ്റർ അങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഒരു നിസ്സാര റേറ്റ് ഒന്നും വരുന്നുള്ളൂ തോന്നുന്നു. ഇതൊക്കെ മീറ്റർ വൈസ് 55 കേട്ടോ 1 മീറ്ററിന് റേറ്റ് വരുന്നത് ടിഷ്യൂലാണെങ്കിൽ. ഇവിടെ വരുമ്പോൾ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ സെമി സിൽക്കാണ്. ഇതൊക്കെ സെമി സിൽക്കിൽ പ്ലെയിനിൽ കേട്ടോ. ഇത് പ്ലെയിനിലാണ്. റേറ്റ് അറിയണമെങ്കിൽ നേരിട്ട് വന്നോളൂ. റേറ്റ് വേണ്ട, നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിക്കോളെ. 60 രൂപ സെമി സിൽക്കിൽ മീറ്ററിന് 60 രൂപ. ഇതിനും ഡിസ്കൗണ്ട് ഉണ്ട്, എല്ലാത്തിനും ഡിസ്കൗണ്ട്. എല്ലാതും. അപ്പോൾ ഇവിടുന്ന് എടുക്കുന്ന ഏത് ഐറ്റംസ് ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഡിസ്കൗണ്ട് തന്നില്ലെങ്കിൽ എന്നെ വിളിച്ചോ, കൊടുത്തിരിക്കുക. അപ്പോൾ പ്രിന്റിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്, ഇക്കത്തിൻ്റെ പ്രിന്റിൽ വരുന്നുണ്ട്, അങ്ങനെ പല തരമുണ്ട്. ഇത് കൂടാണ്ട് നമുക്ക് 2x1 2x2 ബ്ലൗസിന് പറ്റിയിട്ടുള്ള, ഇതൊക്കെ ബ്ലൗസിലല്ല, ബ്ലൗസ് 2x1 2x2 ഇതിനെ പറ്റിയിട്ടുള്ള പല കളേഴ്സ് അവൈലബിൾ ആണ്. അതും നമുക്ക് മുറിച്ചെടുക്കാൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ തയ്ച്ച് തരുന്നതായിരിക്കും. ഇത് കൂടാണ്ട് നമുക്ക് ഈ സ്ലബ് ഐറ്റം പ്ലെയിൻ. ഓക്കെ, സ്ലബിൻ്റെ അല്ലേ? ആ ഓക്കെ. അതും നമുക്ക് വർക്കൊക്കെ ചെയ്ത് കുർത്തീസിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും അല്ലേ? ഇതിൻ്റെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അത് റോള് നോക്കണ്ട, നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന കുറേ വെറൈറ്റീസ് ആണ് കേട്ടോ. സ്ലബ് മെറ്റീരിയൽ വരുന്നതാണ് ഈ കാണുന്നത്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് അടുത്ത് നോക്കിയേ, ഇത് ഫുള്ള് നോക്കിയേ. കോട്ടണിൽ കാന്ത പ്രിന്റിൽ ജയ്പൂരി കളക്ഷൻ. അതിൽ തന്നെ നമുക്ക് കുർത്തീസും 3 പീസ്. ഇത് ദുപ്പട്ടയാന്ന് തോന്നുന്നു. അതെ, ഇത് ദുപ്പട്ട. ഇതിന്റെ ടോപ്പും ബോട്ടം ഇവിടെ ഉണ്ട്. കണ്ടോ, ദുപ്പട്ട അടക്കം സെപ്പറേറ്റ് 3 പീസ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്താലാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. ഇത് പാൻറ്,
ഇതിൻ്റെ ഷോൾ ഇത് വരും. ദുപ്പട്ട. ഇനി ഇതിൻ്റെ മെറ്റീരിയൽ ടോപ്പ്. അങ്ങനെ മിക്സ് മാച്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും തയ്ച്ചെടുക്കാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ജയ്പൂരി കോട്ടൺ വിത്ത് മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത്. ഇത് എത്ര ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ ഫംഗ്ഷനോ എന്ത് വേണമെങ്കിലും ഒക്കെ ഒരുപോലത്തെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇത് ഫുൾ അങ്ങനെ തന്നെ മേടിച്ചുകൊണ്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട അനുസരിച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മൽമൽ കോട്ടൻ്റെ ദുപ്പട്ടിൽ. അപ്പം ഈ കാണുന്നത് മൊത്തം നമുക്ക് ടോപ്സിൻ്റെ പല പ്രിൻസിലാണ് വരുന്നത്. ജയ്പൂരി കോട്ടൺ ഉണ്ട്, അങ്ങനെ വെറൈറ്റികളുണ്ട്. ഒക്കെ 60-60 ദുപ്പട്ട ഇതൊക്കെ ആയിട്ടുള്ളത്. മുകളിൽ നോക്കിയാൽ ആ പ്രിൻറ്റുകളൊക്കെ ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ നല്ല ലൈറ്റ് ചാർട്ടുണ്ട്, ഡാർക്ക് ചാർട്ടുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കൂടാണ്ട് ഫുട്ബോൾ ഹക്കോബയിൽ കേട്ടോ. ഈ ഫുട്ബോൾ ഹക്കോബയിലും പല കളേഴ്സിൽ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് കലംകാരിയിലും വരുന്നുണ്ട്, അജ്രക്കില് വരുന്നുണ്ട്. ഇതൊന്നും ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ പ്രിൻസ് നമുക്ക് പെണ്ണുങ്ങൾക്ക് കണ്ടറിയാം. ഇത് കൂടാണ്ട് ജോർജറ്റിന്റെ പ്ലെയിൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിന് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന അങ്ങനെയുണ്ട്. ഓക്കെ, ഫ്രോക്കോ അങ്ങനെ അടിക്കാൻ പറ്റിയ കുട്ടികൾക്കുള്ള ഫ്രോക്സ്, പിന്നെ ടീനേജുകാർക്കുള്ള ഫ്രോക്സ്, അതിനുള്ള ഹക്കോബയിലുള്ള ഇതൊക്കെ പ്രിന്റ്സുകളാണ് വരുന്നത്. വിത്ത് ഡിജിറ്റൽ പ്രിന്റുകളാണ് വരുന്നത്. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇതാ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പ്രിന്റുകളൊന്ന് നമുക്ക് ഒരു സൈഡിൽ നിന്നൊന്ന് ഓടിപ്പിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് ഹക്കോബയിലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. ലൈറ്റ് ചാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ചാർട്ടിലും വരുന്നുണ്ട്. ഇതൊക്കെ കഥ പ്രിന്റിലും വരുന്നുണ്ട് കേട്ടോ. കുറച്ച് മെറ്റീരിയൽസ്, കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഈ കാണുന്നത് നമുക്ക് 1 മീറ്റർ ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ്. ഇതൊക്കെ എത്ര റേറ്റ് വരെ ഏകദേശം? 119. 119. അതിനും ഡിസ്കൗണ്ട് ഉണ്ട്, അതിനും റേറ്റ് കുറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏത് കളേഴ്സ് വേണമെങ്കിലും മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതാ ടിഷ്യൂസിൻ്റെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതാ കേരള ട്രഡീഷനൊക്കെ പറ്റിയിട്ടുള്ള പല കളേഴ്സ് വ്യത്യാസമുണ്ട്. എല്ലാത്തിലും മാറ്റം കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ബ്ലൗസിൻ്റെ ഒരു റേഞ്ച് വരുന്നത്. അത് കൂടാണ്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തയ്ച്ച് തരും എന്ന് പറഞ്ഞില്ലേ, ആ തയ്ച്ച് തരുന്ന സംഭവം അതിൽ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻസ് തയ്ച്ച് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് സ്ലീവിൽ വരും ഈ ഡിസൈൻ, സ്ലീവിൻ്റെ പോർഷൻ ശരിക്കും ഇങ്ങനെ നിർത്തിയാലേ അറിയുള്ളൂ. അതിൻ്റെ കണ്ടോ, സ്ലീവ് പോർഷനിലാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇത് ബാക്ക് പോർഷൻ. ഓക്കെ, അത് ഫ്രണ്ടിൽ 1 സൈഡ് കേട്ടോ. ഇത് 1 സൈഡ് ബാക്ക് പോർഷനിലൊക്കെ വർക്ക്. ഇതിപ്പോൾ നമുക്ക് ഗോൾഡൻ്റെ വേണമെങ്കിൽ കാണിച്ചു തന്നാൽ അതുപോലെ ചെയ്തു തരുന്നത്. സാരിയുടെ ഡിസൈൻ വേണം, സാരിയിൽ ഏതെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ബ്ലൗസിൽ ഇതുപോലെ വർക്കുകളും വരെ ഇവിടെ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻസും അതിൻ്റെ വർക്കും അതിൻ്റെ എത്രത്തോളം ഉണ്ട്, തുണിയുടെ മെറ്റീരിയൽ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും റേറ്റ് ഡിസൈഡ് ചെയ്യുക. അല്ലാണ്ട് ഒരെണ്ണത്തിന് എല്ലാത്തിനും ഒരു റേറ്റ് ആയിരിക്കില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റും ഓരോരുത്തരുടെ രീതിയൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതൊരു വർക്ക് സാമ്പിളിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലൗസ് ഇനി ഈസി ആയിട്ട് തയ്ച്ചിടാൻ പറ്റും. അപ്പോൾ അധികം റേറ്റ് ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമുക്ക് സാരീസിൻ്റെ ഒക്കെ റേറ്റ് കേട്ടാൽ തന്നെ ഞെട്ടുന്ന റേറ്റുകളാണ് വരുന്നത്. ഇനി ഇപ്പോഴത്തെ ഒരു സെക്ഷനിൽ വരുന്നത് ഇതും സാരീസ് തന്നെയാന്ന് തോന്നുന്നു. കുട്ടികളെ എങ്ങോട്ട് കയറൂ, ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇതും ഫുൾ സാരീസിന്റെ സെക്ഷനാണ്. ഇത് ലോ റേഞ്ചിൽ ഡെയിലി വെയർ സാരീസ് ആണ്, ഡെയിലി വെയർ സാരീസിന്റെ സെക്ഷനാണ് വരുന്നത്. അതുപോലെ ഇതും ഫുൾ സാരീസിൻ്റെ ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം സാരീസ് നമുക്ക് ബൾക്ക് ഒരു ഇതിൽ വേണമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അതും ചെയ്ത് തരുന്നതായിരിക്കും. ഒരു ഒറ്റ ഡിസൈൻസ് ഒറ്റ കളേഴ്സിൽ. അത് പ്രിന്റിലാണെങ്കിൽ നമുക്ക് പ്രിന്റ് വേണ്ട, നമുക്ക് കളറിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ കളറിലും നമുക്ക് ഉണ്ട് കേട്ടോ. കളറിൽ എന്ന് പറയുമ്പോൾ പ്ലെയിൻ കളറിൽ അങ്ങനെ വേണമെങ്കിലും ഉണ്ട്. ഇതൊക്കെ റോൾസ് ജോർജറ്റിന്റെ റോൾസ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടോ. അതിലിങ്ങനെ ജോർജറ്റിൻ്റെ ഒക്കെ ബ്ലൂമിങ് ജോർജറ്റ്, നോർമൽ ജോർജറ്റ്, ഫ്ലെക്സ് ജോർജറ്റ് അതിലൊക്കെ ഇങ്ങനെ വർക്കുകളൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ. അതൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്യുന്ന വർക്കുകളാണ് കേട്ടോ. ഇനി സാരീസിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ ഫുൾ നമുക്ക് ലോ റേഞ്ചിലുള്ള സാരീസാണ് വരുന്നത്. ഇതിൽ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പല സ്റ്റേറ്റിലുള്ള സാരീസൊക്കെ ഈ ഒരു സെക്ഷനിലാണ് കിട്ടുന്നത്. ഇവിടുന്ന് ഓരോന്നും നോക്കിയാലോ നമുക്ക്. ലിനനിൽ ത്രെഡ് വർക്ക് കേട്ടോ. അതും ഇപ്പോൾ ഈ കളർ നോക്കണ്ട, കളേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒരു ബ്ലാക്ക്, ഗ്രേ, വൈറ്റ് ആ ഒരു കോമൺ ഷെയ്ഡ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഫുൾ ത്രെഡ് വർക്ക്, അതും ഹാൻഡ് വർക്ക് ആണ് ഇത് ഫുൾ വന്നിരിക്കുന്നത്. കണ്ടോ, വീവിങ് ആണ്. അപ്പം ലിനൻ്റെ സാരി ഇതിൻ്റെ റേറ്റ് ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. 1168 റുപ്പീസ് ലിനൻ്റെ സാരിയാണ്. അതിലും നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, 10%.
നട്ട്കോട്ട സാരിയാണ്. അതിൽ ഡിജിറ്റൽ പ്രിൻറ്റ്, നെറ്റ് കോട്ടയിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വിത്ത് സിൽവർ ബോർഡർ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ വർക്ക്. ബോഡി ഫുള്ളി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി ഒരു ചെറുതായിട്ട് വരുന്നുള്ളൂ. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ പാറ്റേൺസ് കുറച്ച് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതാ, ഇത് ഫുൾ ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ. ഡിജിറ്റൽ പ്രിന്റിൽ ഫുൾ ഇത് ഗാർഡൻ ഫുൾ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. അതിൽ മുന്താണിയുടെ പോർഷനും നല്ല ഇതൊക്കെ ഉടുത്ത് വന്നല്ലേ നല്ല ഒരു 1.5 പ്ലെയിൻ സാരി റേറ്റ് 632 അത്രേ ഉള്ളൂ. 10,000 ഡിസ്കൗണ്ട് വരും. 10,000 അല്ല, ഞാനും വിചാരിച്ചത് 10% ഡിസ്കൗണ്ട് കേട്ടോ. അപ്പോൾ 600 സംതിങ് റേഞ്ചിന്റെ സാരിക്ക് 10% ഡിസ്കൗണ്ട് വരും. സെയിം അതേ വേറൊരു പ്രിന്റിൽ വരുന്നത്. പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ മെലിഞ്ഞൂർക്കാണെങ്കിൽ ഒന്നുകൂടിയും നന്നാവും. നല്ല ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും. ഇത് ബ്ലൗസ്, ഇതിൻ്റെ മുന്താണി, അതിൽ വരുന്ന പല ടൈപ്പ് പ്രിൻറ്റ്സ്, നല്ല അടിപൊളി ഷെയ്ഡ് വൈസും ഒരു 1.5 ഇതൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുവച്ചിരിക്കണല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് പൊട്ടിക്കേണ്ടി വരും. ഇതും സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷന്. 372 ഓൺലി 372 ഓൺലി 372 റുപ്പീസിന്റെ സാരിയാണ്. ഡിസ്കൗണ്ടിന്റെ കാര്യം ഇനി പറയണ്ട, ഞങ്ങൾക്ക് അറിയാലോ ഇനി ഡിസ്കൗണ്ട് ഉണ്ടെന്നുള്ളത്. അതും വിത്ത് ബ്ലൗസ് 372 റുപ്പീസിന്റെ സാരി വിത്ത് ബ്ലൗസ് അടക്കമാണ് കേട്ടോ കിട്ടുന്നത്. ഇതിൽ ഇനിയും വെറൈറ്റികൾ പിച്ച് വൈ പ്രിന്റ്. ഈ പ്രിന്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ, കേരളയല്ല, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ പ്രിന്റ്സുകളാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക. കൂടുതൽ ഈ ഇങ്ങനത്തെ വർക്കുകളൊക്കെയാണ് മെയിനായിട്ട് പ്രിന്റുകളായിട്ട് കിട്ടുക. ചിലപ്പോൾ അതിൽ നമുക്ക് പല വാർലി പ്രിന്റ് പോലത്തെ അങ്ങനത്തെ പ്രിന്റുകളും ഇതൊക്കെ കൂടുതലും ഇങ്ങനെ ട്രഡീഷണൽ ടൈപ്പ് ആയിട്ടുള്ള പ്രിന്റ്സുകളൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഒരു സാരിയിൽ കിട്ടുന്നതായിരിക്കട്ടെ. ഇതിപ്പോൾ ഫുൾ ആനരിയും അതുപോലെ തന്നെ ഇതിൻ്റെ പശുവിൻ്റെയും വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് അപ്പോൾ നിസ്സാര റേറ്റ് ആയിരിക്കും. 160 ആണ് റേഞ്ച്. പക്ഷെ നല്ല ടൈപ്പാണ്. അതുപോലെ സൈഡിൽ ഫുള്ള് നമുക്ക് വീവിങ്ങിനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്താണി സെയിം ആയിരിക്കും. ബ്ലൗസ് വരുമ്പോൾ ഈ ഒരു പോർഷനാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. ഇതിൻ്റെ അടുത്ത ഇതൊക്കെ വെറൈറ്റി സാരീസ് ആട്ടോ. ഓരോരോ സ്റ്റേറ്റിൽ കിട്ടുന്ന സാരീസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇത് ബംഗാൾ മറ്റേ പ്യുവർ സൂപ്പർ നെറ്റ് കോട്ട സാരി. അത് പ്യുവർ ആയതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള റേറ്റും ഉണ്ടാവും. പ്യുവർ ആയതുകൊണ്ട് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഇത് കോൺട്രാസ്റ്റാണ് വരുന്നത്. റേറ്റ് നമുക്ക് ഇവിടെ നോക്കാം. 1937 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പ്യുവർ ആയതുകൊണ്ട് നെറ്റ് കോട്ടയിൽ തന്നെ നമുക്ക് സെമിയിലും വരുന്നുണ്ട്. പ്യുവർ ആണ്. ചന്ദേരി സിൽക്കിൽ തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ്. അതിൽ ബ്ലാക്കും മറൂൺ ഷെയ്ഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്. അതിലും സിഗ്സാക്ക് മോഡലായിട്ടുള്ള മുന്താണി വരുന്നുണ്ട്. പിന്നെ ഒരു ഇക്കത്ത് ടൈപ്പ് ആയിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് ബോഡിയിൽ വരുന്നത്. ഇത് അടിപൊളിയാണ്. പിന്നെ ഉടുത്തോടുത്ത് അങ്ങനെ ഭംഗിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ബ്ലൗസ് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നല്ല രസമായിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റും കൂടി കേട്ടോ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കറിയാം ഒരു നല്ല സോഫ്റ്റ്നെസ്. അപ്പോൾ തടിയുള്ളവരും തടിയില്ലാത്തവരും എല്ലാവർക്കും പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട് അല്ലേ. ഇത് ഇൻഡിഗോ പ്രിന്റിൽ വരുന്നത്. ഇത് ലിനനിൽ ഇൻഡിഗോ ഷെയ്ഡിൽ ഇതിൽ ബാട്ടിക് പ്രിന്റ് ഉണ്ട്. ഇതിൽ പ്രിന്റുകളൊക്കെ നമുക്ക് മാറി നമുക്ക് കിട്ടും കേട്ടോ. അതിൽ പലതരം പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ മുന്താണിയുടെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതാ അത്യാവശ്യം ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. ലിനൻ്റെ വർക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് അല്ല ലിനൻ്റെ ഒക്കെ പറയുമ്പോൾ. അയ്യോ റേറ്റ് പറഞ്ഞില്ല. റേറ്റ് എന്ന് അറിയണം 1419 കേട്ടോ. ലിനൻ്റെ ആയതുകൊണ്ട്. മൽമൽ കോട്ടൺ. ഇതിൻ്റെ കളർ കണ്ട നമ്മുടെ എല്ലാ കളർ കൂടി മൾട്ടി കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ. മൾട്ടി കളർ. അതിൽ മുന്താണിയുടെ പോർഷനും ഇത് മുന്താണിയും അതുപോലെ തന്നെ ബോഡിയുടെ പോർഷനാണ് വരുന്നത്. പിന്നെ ബോർഡർ നോക്കുകയാണെങ്കിൽ 2 ഡിഫറെൻറ്റ് ഷെയ്ഡാണ് വരുന്നത്. ഇതിൽ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് അല്ലേ.
ശരിക്കും പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഇതും മുന്താണിയായിട്ട് യൂസ് ചെയ്യാം. അത് മറ്റേ സിംഗിൾ കളർ ബ്ലൗസ് ഇട്ടാലും മതി, ഏതെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ടോ അങ്ങോട്ട് ഇതിൽ ഏതെങ്കിലും കളർ ബ്ലൂവോ യെല്ലോ കളറോ ബ്ലൗസ് ഇത് ബ്ലൗസ് മുറിക്കണ്ട ഇതിലൊന്നും. ഇത് നമുക്ക് മുന്താണിയായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ മാറിയിടാം. അപ്പൊ മുന്താണിയായിട്ട് യൂസ് ചെയ്യാം. ഇതും മുന്താണിയായിട്ട് യൂസ് ചെയ്യാം. ഒന്നുകൂടി പറഞ്ഞാൽ ഇതും മുന്താണിയായിട്ട് യൂസ് ചെയ്യാം, ഇതും മുന്താണിയായിട്ട് യൂസ് ചെയ്യാം. എന്ത് രസമല്ലേ? അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഈ പെണ്ണിന് എന്തോരം സാരി ഉണ്ടെന്നല്ലേ. നമുക്കെല്ലാം അറിയുള്ളൂ ഒരു സാരി നമ്മൾ ഒപ്പിച്ചതാന്നുള്ളത്. ആ സാരിയുടെ റേറ്റ് ഒക്കെ ഏകദേശം 600 അത്രേ ഉള്ളൂ. 700ന്റെ ഉള്ളില് 700 പിടിച്ചോ, അത്ര റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് ക്രോസ് സ്റ്റിച്ച് ആ ഒരു ഇതിലാണ് വരുന്നത്. ഫുൾ വർക്ക് വീവിങ് നെറ്റ് കോട്ടയിൽ ക്രോസ് സ്റ്റിച്ച് ആണ് വരുന്നത്. അതിൽ നമുക്ക് മുന്താണിയിലെ പോർഷൻ ഇത് ടെസൽസിന് പകരം സ്കാലപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബോഡി ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ മുന്താണിയിലെ പോർഷൻ എന്ന് പറയുമ്പോൾ ഫുൾ വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ക്രോസ് സ്റ്റിച്ച് വേണോ, കമ്പ്യൂട്ടർ ഡിസൈൻസ് വേണോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ഇത് കസ്റ്റമൈസ്ഡ് അല്ല, മറ്റത് നമുക്ക് നമുക്ക് വെഡിങ് ആ ഒരു കളക്ഷൻ ചെയ്യാൻ പറ്റും. ഇനി ഇതും ഓർഗൻസിൽ കണ്ടു. നമുക്ക് എന്തോരം മെറ്റീരിയൽസ് ഉള്ളത് സാരീസിൽ തന്നെ അല്ലേ. അപ്പോൾ ഓർഗൻസിൽ ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ടൈപ്പ് പേസ്റ്റലുണ്ട്, ഡാർക്കിലും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് ഞാൻ പറയാം. ഇത് റേഞ്ചല്ല, ഇത് അതാ കിട്ടി. ആർക്കും ആദ്യം കിട്ടുന്നതെന്ന് നോക്കണത്. പ്യുവർ ഓർഗൻസിലാണ് 4320. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. 4321 അടിപൊളി റേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പ്യുവർ ഓർഗൻസിലാണ് ഇത് വരുന്നത്. ഇനി വരുന്നത് കോട്ടൺ, പ്യുവർ കോട്ടൺ. ഇതൊക്കെ നമുക്ക് ആ ഫാൻസി ഇതിൽ പെടുത്താട്ടോ. നമ്മൾ നേരത്തെ സെക്ഷനിൽ പോയത് മൊത്തം നമുക്ക് വെഡിങ്ങിന്റെ സിൽക്ക് സാരി, സെമി സിൽക്കും സിൽക്ക്. അതെ, ഇത് നമുക്ക് ഫാൻസിയിൽ പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് പ്യുവർ കോട്ടണില്, അത് ഫുൾ പ്രിന്റ് ആണ്. ഞാൻ അതാ ഒന്നുകൂടി ഇങ്ങനെ നോക്കി നിൽക്കണത്. കാണുമ്പോൾ ഞാൻ കണ്ടു എന്ത് രസം, പ്രിന്റ് പോലെ ഫീൽ ചെയ്യണത്. പക്ഷെ വീവിങ് ആണ് അത് വരുന്നത് കേട്ടോ. അടിപൊളി. അത് എൻ്റെ ബ്ലൗസ് ഇതാ ഒരു ബനാറസി പോലെ അല്ലേ കാണുമ്പോൾ. അല്ല, ഫുൾ വീവിങ് ആണ്, പക്ഷെ കോൺട്രാസ്റ്റ് ആണ് നല്ല. ഇതില് എനിക്ക് തോന്നുന്നു ബ്ലൗസിന്റെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഡിസൈൻസും മാറുന്നുണ്ട്. ബേസ് വരുന്നത് ആ ഒരു ഓഫ് വൈറ്റ് അതിൽ വരും. ഓക്കെ, പിന്നെ ഒരു കസുവിന്റെ ഒരു ടച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് കേരള സാരി പോലെ ഉപയോഗിക്കാനും പറ്റും. അതെ, ആ ഒരു കസുവിന്റെ ടച്ച് ഒക്കെ ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഭയങ്കര സോഫ്റ്റും കൂടിയാണ്. പ്യുവർ ആയതുകൊണ്ട് തന്നെ 2514 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അതും വീവിങ്ങിൽ നെറ്റ് കോട്ടയിൽ വരുന്ന സാരിയാണ്. അതിലും ത്രെഡ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതും വൈറ്റും റെഡും. ആർക്കാ ഇഷ്ടപ്പെടാത്ത അല്ലേ? അടിപൊളി. ഇത് ബ്ലൗസ്. ആ, പിന്നെ ഈ ഒരു മുന്താണിയുടെ പോർഷൻ ഇതാന്ന് തോന്നുന്നുണ്ടല്ലേ? ഇതല്ലേ ഈ ഒരു പോർഷൻ. ടെസൽസ് അടക്കം കൊടുത്തിട്ടുള്ളത് അല്ലേ? അതുപോലെ ബോഡി ഫുൾ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ആദ്യം റേറ്റ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. 2152 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ, ഓർഗൻസ സിൽക്കിൽ, മറ്റേത് ഓർഗൻസയിൽ തന്നെയായിരുന്നു. ഇത് കുറച്ചുകൂടിയും പ്യുവർ ആണെന്ന് തോന്നുന്നു. ഇതിൽ ഫുൾ നമുക്ക് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സിംഗിൾ ഷെയ്ഡിലാണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അതിൽ വിത്ത് ബ്ലൗസിലും വർക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഓർഗൻസയാണ് കേട്ടോ. 1841 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ലിനനിൽ തന്നെയല്ലേ? നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് അല്ലേ? അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കിട്ടും. നമ്മൾ ഫുൾ ഓപ്പൺ ചെയ്യണില്ല, പക്ഷേ ഇതാണ് നമുക്ക് വർക്ക് വരുന്നത് ലിനനിൽ. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പ്യുവർ ലിനനിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എടുത്തോളൂ. ഗഡ്വാൾ കോട്ടൺ. ഗഡ്വാൾ കോട്ടൺ ഒരു സ്റ്റേറ്റിലത്തെ ട്രഡീഷണൽ വെയർ ആണ്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് കോട്ടൺ പ്യുവർ ആണ് ഇത് വരുന്നത്. പ്യുവർ ആണ് കേട്ടോ ഇത് വരുന്നത് കോട്ടണിൽ. അത്
ഹാൻഡ്ലൂം പോലെ ആ ഒരു ഹാൻഡ്ലൂം പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു ഹാൻഡ്ലൂമിന്റെ ഫീലിംഗ് ഒക്കെ കാണണമെങ്കിൽ ഇങ്ങനെ കാണണം. സൈഡിൽ നമുക്ക് ആ ഒരു ജെറിയുടെ വർക്കൊക്കെ പോയിട്ടുണ്ട്, ടെസൽസ് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് മറൂൺ ഷെയ്ഡ് അല്ലേ? ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇത് പ്യുവർ ആയതുകൊണ്ട് തന്നെ അതിനും റേറ്റ് ഉണ്ടാവണം. ഇതിന്റെ ഒക്കെ 1301 ഗഡ്വാൾ സിൽക്ക് സാരി. ഗഡ്വാൾ കോട്ടൺ ആണ്, സിൽക്ക് അല്ല, സോറി, കോട്ടൺ. ഇത് പ്യുവർ കോട്ടൺ. ഗംഗാ ജമുന ബോർഡർ പറയില്ലേ? അവിടുത്തെ അല്ലേ? അല്ല, ഇത് 2 കളർ ബോർഡർ. അങ്ങനെ ഗംഗാ ജമുന ബോർഡറിന് ഇതിനെ പറയാന്നല്ലേ? ഓക്കെ. ഗംഗാ ജമുന ബോർഡറിന്റെ സാരി, അതിൽ 2 ഷെയ്ഡായിട്ടാണ് വരുന്നത്. അതിൽ നമുക്ക് ബോഡിയിൽ പ്ലെയിൻ ആണ് വരുന്നത്, അത് മുന്താണി സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ബോഡി ഫുൾ എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇത് 2 in 1 ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും. 2 കളറും ഉപയോഗിക്കാം. ആ കളർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ, 2 ബ്ലൗസ് ഉണ്ടായാൽ 2 ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നമുക്ക് 1378 റുപ്പീസിന്റെ സാരിയാണ് ഗംഗാ ജമുന സാരി കേട്ടോ. അപ്പൊ നമ്മൾ റേറ്റ് കൂട്ടി പറഞ്ഞു ഞാൻ 3 ആദ്യം കണ്ടത്, അപ്പൊ 1 അപ്പുറത്തെ കണ്ടില്ല. ഇത് പോച്ചമ്പള്ളിയിൽ വരുന്ന കോട്ടൺ സാരി. കോട്ടൺ ഇത് അടിപൊളിയാണ് കേട്ടോ. പോച്ചമ്പള്ളിയുടെ ആ ഒരു വർക്കാണ് മുന്താണിക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സെൽഫ് ഡിസൈൻ നമുക്ക് ബോഡിയിൽ ഫുള്ളും വന്നിട്ടുണ്ട് കേട്ടോ, നല്ല വർക്കായിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ കളർ. ഇതിൻ്റെയൊക്കെ കളർ ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ? ഇഷ്ടം പോലെ കളേഴ്സും ഉണ്ടാവും, വെറൈറ്റി കളേഴ്സും ഉണ്ടാവും. ഇത് ചന്തേരി സിൽക്കിൽ തന്നെ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരീസ്. ഇതൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ബ്ലൗസ് പോർഷൻ ആണ് ഇത് വരുന്നത്. ഇനി ഇതിന്റെ അല്ല, ബ്ലൗസ് അല്ല, ഇത് മുന്താണിയാണ്. ഇത് മുന്താണിയുടെ പോർഷനാണ് വരുന്നത് കേട്ടോ. ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ്. ഇതൊക്കെ സീരിയസ്ലി ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് ഉടുക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി വീഴില്ല, ആ ടൈപ്പ് മെറ്റീരിയൽ. ഇതിന്റെ കളേഴ്സ് ഉണ്ട്, ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇത് ബട്ടർ സിൽക്ക് എന്ന് പറയും. ഇത് അതിനേക്കാളും സോഫ്റ്റ് ആണ് ബട്ടർ സിൽക്ക് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് വലിയ വലിയ പ്രിന്റ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് 1 സൈഡാണ് ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ 1 ലെയർ ആയിട്ട് ഇട്ടിട്ട് പോണം. നല്ല ഫ്ലീറ്റ് ഇട്ടാൽ പോയി. നല്ല ഭംഗിയുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. ഇങ്ങനെ നല്ലൊരു ഡബിൾ ഷെയ്ഡ് പോലെ ഫീലിംഗും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ടർ സിൽക്ക് സാരി റേറ്റ് 1613 റുപ്പീസാണ്. ബട്ടർ സിൽക്ക് സാരിയാണ്. ഇതിലും കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അടുത്തത് നോക്കുകയാണെങ്കിൽ റയോൺ കോട്ടണിൽ കാണുമ്പോൾ നമുക്ക് മോഡൽ പോലെ ഫീൽ ചെയ്യും, പക്ഷെ മോഡലല്ല. അത് റയോൺ കോട്ടണിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് വരുന്നത്. ഇതാണ് ബോഡിയിൽ വരുന്നത്. അതിൻ്റെ മുന്താണിയും സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു പാച്ച് വർക്ക്. റയോണിൻ്റെ സാരിയാണ്. റയോണിൽ നമുക്ക് പാച്ച് വർക്ക് ഉടുക്കുമ്പോൾ ഭയങ്കര റിച്ച് ലുക്കാണ് ഫീൽ ചെയ്യുന്നത്. ഉടുക്കുമ്പോൾ നന്നായിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഡമ്മിയിൽ ഉടുപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് സാരി. കുറേ പേര് വന്ന് ചോദിച്ച സാരിയാണ്. കുറേ ഹോട്ട് സെല്ലിംഗ് ഐറ്റമാണ് അപ്പോൾ ഈ ഒരു സാരി വരുന്നത് കേട്ടോ. കാണുമ്പോൾ മോഡലാണ്, പക്ഷേ റയോണിൻ്റെ മെറ്റീരിയലാണ് സാരി ഫുൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓൺ ക്രിയേഷൻ ആയിട്ടുള്ളത്. പിന്നെ കളേഴ്സും ഉണ്ട് കേട്ടോ. റയോൺ ആയതുകൊണ്ട് കുറച്ച് വെയിറ്റും കൂടുതലാണ്. ഇത് കട്ട് വർക്ക് സാരി. കട്ട് വർക്ക്, അതും നല്ല ബ്ലാക്കിലൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡും. ഫുൾ കട്ട് വർക്കാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല അല്ലേ? ആ, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഒക്കെ ബ്ലാക്കിൽ തന്നെയാണ്. വിത്ത് ബ്ലൗസും ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് ആണെങ്കിൽ 4000 സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്ന കളേഴ്സും ഉണ്ട് കേട്ടോ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ബനാറസിയാണ്. അതെന്തായാലും കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ. ഇത് 1 ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് അല്ലേ? ഫുൾ വർക്ക് വന്നിട്ടുള്ളത് അല്ലേ? അതിൽ നമുക്ക് ഇതിൻ്റെ മുന്താണിയുടെ പോർഷൻ ഇതാ ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇത് എല്ലാതും സെയിം ഈ സെറിയിൽ തന്നെയാണ് വരുന്നത്. കൂടുതൽ കളേഴ്സ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. ആ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നത് മൊത്തം
അതിന്റെ വേറെ വേറെ ഡിസൈൻസും ഉണ്ട്. മുകളിലിരിക്കുന്നത് ചെറിയ ചെറിയ ബൂട്ട വർക്ക് ആയിട്ടുള്ളത്. ഇത് വരുമ്പോൾ ഫുൾ ഓവറോൾ വർക്ക്. അതിന്റെ അടിയിലത്തെയും ബനാറസി അല്ലേ? ഇതും ബനാറസിയാണ്, ഇതും ബനാറസിയാണ്. പല പല വീവിങ്സ് വരുന്നുണ്ട് അല്ലേ? മെറ്റീരിയൽ സെയിം ആയിരിക്കും. മെറ്റീരിയൽ സെയിം. ബനാറസി ഒക്കെ ഏകദേശം 1000 അബവ് റേഞ്ച് എന്തായാലും ഉണ്ടാവും. ഇനി പ്യുവർ ആവുമ്പോൾ ഇത് പ്യുവർ ആവുമ്പോൾ 3000 സംതിങ് വരും. ഓക്കെ, അത് നമുക്ക് ബനാറസിയിൽ വരുന്നത്. ഇനിയും കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാണിക്കാനായിട്ട്, വെറൈറ്റീസ്. ഓക്കെ, ഇത് എന്താ വരുന്നത്? ഇത് സാരിയുടെ ഫുൾ ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ്, പിന്നെ ഇടയിലൊരു ലൈനിങ് ഒക്കെ പോയിട്ടുണ്ട്. ലൈൻ പോലെ, ലൈനിങ് അല്ല ലൈന് പോലെ പറഞ്ഞത്, അതൊക്കെ ഫുൾ വീവിങ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അതുപോലെ ഈ കാണുന്നതും ഫുൾ വീവിങ് ആണ് വരുന്നത്. സെമി ടസറിൽ വരുന്ന സാരിയാണ് ഇതെല്ലാം. സെമി ടസറിൽ. ഇതില് ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ പോർഷൻ. ഓവറോൾ പേസ്റ്റൽ ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിലും കളേഴ്സ് വരുന്നുണ്ട് അല്ലേ? അടുത്തത് നമുക്ക് വേഗം കാണിച്ച് പോവാം, കാരണം ഏകദേശം 1 മണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇനി മുകളിലും കാണിക്കാനുണ്ട്. ജൂട്ടിൽ വരുന്ന സാരി. ജൂട്ടിൽ കോൺട്രാസ്റ്റ് ആയിട്ട് അതിലും ഫുൾ വീവിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഓവറോൾ സൈഡിൽ ഒരു ആൻറ്റിക് ജെറി ആ ഒരു രീതിയിലാണ് കേട്ടോ വീവിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഏകദേശം 1900 സംതിങ്, 2000-ൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു സാരി. നെറ്റ് കോട്ടയിൽ ത്രെഡ് വർക്ക് ആണ് ഫുൾ വന്നിരിക്കുന്നത്. വയലറ്റ് അല്ല, ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇതിൻ്റെ റേഞ്ച് വരുമ്പോൾ ഏകദേശം ഒരു 2500-ൻ്റെ ഉള്ളിൽ വരുന്ന സാരിയാണ് കേട്ടോ. അത് ഒരു മടക്കാനിട്ടിരിക്കുന്നുണ്ട്. ഇത് മസ്ലിൻ സിൽക്കാണ്, പ്യുവർ മസ്ലിൻ സിൽക്കാണ്. മസ്ലിൻ സിൽക്കിൽ അത് ഫുൾ അജ്രക് പ്രിന്റ്. ഇത് ഫുൾ വെജിറ്റബിൾ പ്രിന്റ് ആണ്. അതെ, വെജിറ്റബിൾ ഡൈ ആയതുകൊണ്ട് തന്നെ അത് പ്യുവർ ആയിരിക്കും. പിന്നെ ഫസ്റ്റ് വാഷ് ഒക്കെ നമ്മൾ എപ്പോഴും ഡ്രൈ ക്ലീനിങ് കൊടുക്കാം. വീട്ടിൽ വാഷ് ചെയ്യരുത്, കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. വെജിറ്റബിൾ ഡേ ആയതുകൊണ്ട് തന്നെ പോവാൻ ചാൻസ് ഉണ്ട് വീട്ടിലാവുമ്പോൾ. ടെസറിൽ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണ്. അതിൽ ഒരൊറ്റ സിംഗിൾ ഷെയ്ഡിൽ തുറന്നപ്പോൾ അതിൻ്റെ ഭംഗി കാണുന്നത് കണ്ടോ. ഇത് രസം. വൺ സൈഡ് ഇങ്ങനെ വർക്ക്, പിന്നെ ഇപ്പുറത്ത് ഇങ്ങനെ വർക്ക്, അങ്ങനെ വർക്കുകളൊക്കെ വരുന്ന ഈ ഒരു സാരിയുടെ റേഞ്ച് വരുന്നത് 2800 സംതിങ്. അതിലും ഡിസ്കൗണ്ട്. ഓർഗൻസയിൽ സ്വീക്വൻസ് വർക്ക്, ഡബിൾ ഷെയ്ഡാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ബ്ലൗസ്, കോൺട്രാസ്റ്റ്. ഓ അതാണ് ആ ഒരു ഡബിൾ ഷെയ്ഡ് അവിടെ കണ്ടല്ലേ? ഓക്കെ, ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ്, സാരി മൊത്തം ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. സാരീസിന്റെ കളേഴ്സ് മാറി മാറി നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. കളേഴ്സ് ഉണ്ട് ഓർഗൻസയില്. ഇത് ആർട്ട് സിൽക്കാണ്, പ്യുവർ ആർട്ട് സിൽക്കിലാണ് വരുന്നത്. പ്യുവറിൽ ഡിജിറ്റൽ വർക്ക്. ഇതാ അതിൽ ഫുൾ അങ്ങനെ നമുക്ക് വർക്ക് കണ്ടാകുന്ന ഒരു സട്ടലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡിമ്മായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ അത് അതിൻ്റെ വർക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആർട്ട് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ഇങ്ങനെ ഉദിച്ച് നിൽക്കാത്ത ടൈപ്പ് സിമ്പിളായിട്ട് വരുന്നത്. അങ്ങനെ ഇതിനൊക്കെ റേഞ്ച് അറിയണമെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതി കേട്ടോ. ഇനി റേറ്റ് കാരണം അത്രയും എഫോർട്ടബിൾ റേഞ്ചിലാണ് വരുന്നത്. അടുത്ത ഇത് കട്ട് വർക്കിൽ വരുന്ന ടസർ സാരിയാണ്. ടസറിൽ ഇത് മസ്റ്റേർഡ് അല്ലുള്ളി. ഇത് മുന്താണി എന്ന് പറയാനായിട്ട് സെപ്പറേറ്റ് ഒന്നും ഇല്ല. വൺ സൈഡ് ബോർഡർലെസ് ആണ്, പിന്നെ വൺ സൈഡ് ബോർഡർ വരുന്നത്. അതിലും ഫുൾ കമ്പ്യൂട്ടർ ത്രെഡ് വർക്കിൻ്റെ വർക്കാണ് ഫുൾ വന്നിരിക്കുന്നത് കേട്ടോ. അത് ഇഷ്ടം പോലെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് കാണിക്കണമെന്ന് മാത്രമല്ല. ചന്തേരിയിൽ ഇൻഡിഗോ ഷെയ്ഡിലല്ലേ. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. അതുപോലെ ബോഡി ഫുൾ വരുന്നത്. ഇതിലും കളേഴ്സ് ഉണ്ടാവും അല്ലേ? അവൈലബിൾ ആണ്. സെമി ടെസറും ഉണ്ട്, പിന്നെ പ്യുവർ ടെസറും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ സാരിയുടെ ലുക്ക്. ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് അല്ലേ? ഒരു ഗ്രീനും എല്ലാം കൂടി ഏതോ ഒരു എല്ലാം ബ്ലാക്ക് എല്ലാം കലർന്നൊരു ഷെയ്ഡാണ്. പക്ഷെ ഇത് ഏത് ഷെയ്ഡാണെന്ന് നമുക്ക് പറയാനറിയില്ല. പറയാനറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയേണ്ടി വരും. ഞങ്ങൾക്ക് അറിയില്ല ഈ ഷെയ്ഡ് എന്താണെന്നുള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ ഒരു ഷെയ്ഡ്, കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ റേറ്റ് സെമിയിൽ വരുമ്പോൾ 2400 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെമിയിൽ. ഇത് കൂടാണ്ട് ഒരുപാട് സാരീസ് നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാം കൂടി ഞാൻ കാണിക്കുന്നില്ല, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ ഹാങ്കറിലും കുറേ ഇരിക്കുന്നുണ്ടല്ലോ. ഐറ്റംസ് ഉണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സാരീസിന്. അപ്പൊ ഇതൊക്കെ സാരീസ് എന്ന് പറയുമ്പോൾ പ്യുവർ എന്തൊക്കെയാ ഇരിക്കുന്നത്? ഇതിൽ ടസർ ഉണ്ട്, ബാത്തിക് പ്രിന്റ് ഉള്ള സെമി ടസർ ഉണ്ട്, ഓർഗൻസ ഉണ്ട്,
അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓടിപ്പിച്ച് നോക്കിക്കോ. എല്ലാം സാരീസ് ഇതിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. പ്യുവറും സെമിയിലും രണ്ടിലും ഇരിക്കുന്നുണ്ട് അല്ലേ? നോക്കിക്കോ. എല്ലാം ഇങ്ങനെ ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ കറ ഇതിൻ്റെ തന്നെ നമ്മൾ റാക്കിലും വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് കൂടാണ്ട് അപ്പുറത്തെ സൈഡും ഉണ്ട്. അത് കൂടാണ്ട് അപ്പുറത്ത് എന്താ ഇരിക്കുന്നത്? ഇത് 3 പീസ് സെറ്റുള്ള ചുരിദാർ ഐറ്റംസ് ആണ്. അൺസ്റ്റിച്ചഡ്. ഓക്കെ. അൺസ്റ്റിച്ചഡും അപ്പോൾ താഴത്ത് ചെറുതായിട്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതെ, വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇതൊക്കെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ് 3 പീസിൻ്റെ. ഇതിൻ്റെ തന്നെ നമുക്ക് അപ്പുറത്തും സെയിം അൺസ്റ്റിച്ചഡിൻ്റെ തന്നെ വരുന്നത് അല്ലേ? ഇത് കാണുന്നതും ഫുൾ അതിലും പല മെറ്റീരിയൽസിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വിചിത്രയിലാണ്. വിചിത്രയിൽ നമുക്ക് ക്രോസ് സ്റ്റിച്ചൊക്കെ ആയിട്ട് വരുന്നത്, അതിൽ സീക്വൻസ് വർക്കൊക്കെ വരുന്നത്, ജോർജറ്റിൽ വരുന്നുണ്ട്. വാവ്, ഇത് കണ്ടോ ഹാൻഡ് വർക്കൊക്കെ. 1200 സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓർഗൻസയിലെ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടോ ഫുൾ? ഇതിൻ്റെ വർക്കൊക്കെ കാര്യങ്ങളൊക്കെ മുകളിൽ. അപ്പോൾ മുകളിൽ പോയിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്താ മുകളിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫുൾ കുർത്തീസ് ഉണ്ട് അൺസ്റ്റിച്ചഡ്. അല്ല, ഇത് അൺസ്റ്റിച്ചഡ് മുകളിലുണ്ടോ? മുകളിലുണ്ട്. അപ്പോൾ ഒന്ന് മുകളിൽ പോയിട്ട് ബാക്കി കാണാം. ഇവിടെ അത്യാവശ്യം സാരീസിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മുകളിലേക്ക് പോയാലോ? പോവാം. നമ്മളിപ്പോൾ മുകളിലത്തെ ഫ്ലോറിലാണെങ്കിൽ മൊത്തം ട്രഡീഷണൽ വെയർ. അത് കൂടാണ്ട് ഇവിടെ കുറേ ലെഹങ്കാസും ബ്ലൗസുകളും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ പവർലും ഹാൻഡ്ലും രണ്ടും വെച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആളാ സ്റ്റാഫ്? പ്രിയ ചേച്ചി ഒന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങൂ, ഇപ്പുറത്തുനിന്ന് ഇറങ്ങൂ. അപ്പോൾ ഈ മൈക്കൊന്ന് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ട് ആള് ഡീറ്റെയിൽ ആയിട്ട് പറയുമായിരിക്കും അല്ലേ? ഞാൻ എടുത്തോളാം. ഓക്കെ. പ്രിയ ചേച്ചി ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാം. എന്താണ് ഇവിടെ കുത്താമ്പള്ളി എന്ന് പറയുമ്പോൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ കൈത്തറിക്ക് റേറ്റ് കൂടും. കൈത്തറിയാണ് മെയിനായിട്ട് കുത്താമ്പള്ളി. കൈത്തറി എന്ന് പറയുമ്പോൾ ഹാൻഡ്ലൂം. പവർലൂം ആകുമ്പോൾ റേറ്റ് കുറയും. ഓക്കെ. അപ്പോൾ തുടങ്ങാം. നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കാം. പവർലൂം ആണെങ്കിൽ നമുക്കൊരു 200-250 മുതൽക്ക് തുടങ്ങാം. ഈ സൈഡിൽ ഇരിക്കുന്നത് എന്താ മൊത്തം? ഇവിടെ നിന്ന് ഇങ്ങനെ സെറ്റ് മുണ്ടുകളാണ്. ഈ സൈഡിൽ ഇരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് സാരീസ് ആണ്. അപ്പം നമുക്ക് ആ അറ്റത്തുനിന്ന് അങ്ങോട്ട് പിടിക്കാം. ആ അറ്റത്തുനിന്ന് അങ്ങോട്ട് തുടങ്ങാം നമുക്ക്. അപ്പോൾ ഇത് മൊത്തം വരുന്നത് നമുക്ക് സാരീസ് ആണ്. ഇത് വന്നിട്ട് നമ്മൾ കുത്താമ്പള്ളി കൈത്തറി ഇവിടെ നെയ്തെടുക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ. സാരീസ് ആണ്. അതിന്റെ ഡിസൈൻസ് സ്റ്റാർട്ടിങ്ങിന് നമുക്ക് ഒരു 2500-3000 മീതെ വരും. ഹാൻഡ്ലൂം ആയതുകൊണ്ട് തന്നെ കേട്ടോ. പവർലൂം ആകുമ്പോൾ നമുക്ക് 200 രൂപ വരുന്നുള്ളൂ. അതിന്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ ഇതിന്റെ ഡിസൈൻസ് ഒന്നും ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാം നമുക്ക്. ഡിസൈൻസ് ജക്കാർഡ് ടൈപ്പ് വരുന്നുണ്ട്, പുട്ട വരുന്നുണ്ട്, പ്ലെയിനിൽ വർക്ക് വരും. ഇത് സ്ട്രൈപ്പിൽ വരുന്നുണ്ട്, സിൽവർ പായ ഡിസൈൻസിൽ വരുന്നുണ്ട്, പിന്നെ പോൾക്ക ഡോട്ട്സിൽ വരുന്നുണ്ട്. ഇതൊക്കെ കാണുന്നത് ഫുൾ വീവിംഗ് ആണല്ലേ? ഇതിൽ വീതി കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട് അല്ലേ? അതിൽ 8 ഇഞ്ച്, 10 ഇഞ്ച്, 14 ഇഞ്ച് വரைക്കും നമുക്ക് ഏത് എത്ര വേണമെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്തെടുക്കാനും പറ്റും നമ്മൾ പറയുന്ന ഡിസൈൻസ് കേട്ടോ. അപ്പോൾ ഇത് ടെമ്പിളിന്റെ ഇത് സെറ്റ് സാരി ഇവിടെ വരെ. ഇത് വരുന്നത് സെറ്റ് മുണ്ട്. ഇതിനും കുറേ ഡിസൈൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പീസ് വെച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ ഒക്കെ കാണുന്നത് എല്ലാതും എടുത്ത് കാണിക്കാൻ പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ്. ഇത് കൂടാണ്ട് നമുക്ക് പിങ്ക് സെറി, കോപ്പർ സെറി അല്ലേ? ഇതെല്ലാം നമുക്ക് പവർലൂം ഐറ്റംസ് ആണ്. ഇതിലെല്ലാം നമുക്ക് കൈത്തറി വരുന്നുണ്ട്. കൈത്തറി വരുമ്പോഴും അദ്ദേഹത്തിൽ വരും. പക്ഷെ അത് റേഞ്ച് നമുക്ക് എത്രത്തോളം വ്യത്യാസം വരും. ഇത് ഇരിക്കുന്നത് സെറ്റ് മുണ്ട്, ഹാൻഡ്ലൂം ആണ്. ഹാൻഡ്ലൂം സെറ്റ് മുണ്ടിൽ കേട്ടോ. ഇതില് പായ ഡിസൈൻ ആണ്. ഇത് ടെമ്പിൾ. അത് വർക്കുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് ഡിസൈൻ വേണമെങ്കിലും നമ്മൾ പറഞ്ഞ് ചെയ്ത് ഇത് ടിഷ്യൂലുണ്ട്, കോട്ടണിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൽ നോക്കാൻ ഇവിടെ ഞങ്ങളുടെ പവർലൂം ഐറ്റംസ് ആണ്. ഓക്കെ. പവർലൂം ഐറ്റംസ് ഒന്ന് കയറി നോക്കാം നമുക്ക്. ഇത് കോപ്പറിൽ നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് പറയും, 3D പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ് പറയും. ഇതൊക്കെ ഐറ്റംസ് അങ്ങനെ ഇത് വരുന്നത്. ഇത് അതിന്റെ പ്ലെയിനിൽ ചെക്ക് ലൈൻസ് പ്ലെയിന് വരും. ചെറിയ ചെക്ക് വരുന്നുണ്ട്, വലിയ ചെക്ക് വരുന്നുണ്ട്. പിങ്ക് സെറിയിൽ വരുന്നുണ്ട്, ഡിജിറ്റൽ പ്രിന്റിൽ അതിൽ കളർ ഉള്ളത് വരുന്നുണ്ട്. അങ്ങനെ പ്രിന്റുകൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡിസൈൻസ് കാര്യങ്ങൾ ഇത്ര ഉണ്ട്. എല്ലാതും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ മൊത്തം പവർലൂമിൽ ഇതിനൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ സ്റ്റാർട്ടിംഗ് ആകുമ്പോൾ പ്ലെയിൻ ഒക്കെ ആകുമ്പോൾ നമുക്ക് 550-560 മുതൽ ആ റേഞ്ചിൽ. ഇത് പ്രിന്റിലൊക്കെ പ്രിന്റ് ആകുമ്പോൾ അതിനനുസരിച്ച് ഓരോ പ്രിന്റിന് റേറ്റ് വ്യത്യാസം വർക്ക് കൂടുന്നതിനനുസരിച്ചാണ് റേറ്റ് വരിക. എംബ്രോയിഡറി ഐറ്റംസ് ആണ് ഇതൊക്കെ എംബ്രോയിഡറിയിൽ വരുന്നത്. കുറേ ഡിസൈൻസ് വരും. നമ്മളിപ്പോൾ കുറച്ച് വെച്ചിട്ടുള്ളൂ. പ്രിന്റുകളും ഇതുപോലെ കുറേ വെറൈറ്റി ഡിസൈൻസിന് പിന്നെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പ്രിന്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതൊക്കെ ചെക്കില്, ഗോൾഡിലുണ്ട്, പിങ്ക് സെറിയിലുണ്ട്. ഇതൊക്കെ പ്രിന്റിൽ പ്രിന്റ് ആണ്. അതൊക്കെ പ്രിന്റ് ആണ്. ഇതൊക്കെ ഇത് ഫുൾ ത്രെഡ് വർക്ക് അല്ലേ? എംബ്രോയിഡറി ത്രെഡ് വർക്ക്. അത് പല ഡിസൈൻസിൽ വരുന്നുണ്ട് കേട്ടോ. ഇത് പ്രിന്റിൽ വരുന്നത് നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇത് കുറച്ച് വെറൈറ്റി ആണ്. ഓണത്തിന്റെ ഒരു സ്പെഷ്യലാണ്. ഇത് റേറ്റും കുറവാണ്. ബോഡി പുട്ട ഫുൾ വർക്ക് വരുന്നുണ്ട് അല്ലേ? ഇത് പുതിയ ഡിസൈൻ ആണ്.
ഇത് വെൽവെറ്റ് പോലത്തെ ആ ഒരു വർക്കാണല്ലേ ഇതിൽ ത്രെഡ് വർക്ക് തന്നെ എംബ്രോയിഡറി ഇതിൽ വരുന്നതിനാണ്. ഇതിന്റെ മുന്താണിയുടെ ഭാഗം നോക്കുമ്പോൾ ഇതാണ് വരുന്നത് അല്ലേ? ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. ഇതിന്റെ കളേഴ്സ് മാറി മാറി കിട്ടൂല? കളേഴ്സ് മാറും. കോപ്പർ വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്. ഇത് സിൽവർ. ഓക്കെ, സിൽവർ വരും, കോപ്പർ വരും. ഇത് സെയിം ആ ഒരു ഇതിൽ തന്നെ വർക്കിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് പ്രിന്റ് നമ്മളിത് കട്ടിക്കര പ്ലെയിൻ സാരി വരും, അതിൽ പ്രിന്റ് ചെയ്യണതാണ്. ഓക്കെ, ഇത് വന്നിട്ട് ബ്ലൗസോട് കൂടി നമുക്ക് വർക്ക് ചെയ്യണതാണ്. ഇത് ഇതിന്റെ കൂടെ ബ്ലൗസ് സെപ്പറേറ്റ് വരുന്നതാണ്. കൂടെ ചേർന്ന് വരും. ഇത് പവർലൂം അല്ല? പവർലൂം. ഓക്കെ, ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതൊക്കെ ഇത് വർക്കാണ്. ഇതിന്റെ ഫുൾ വീവിംഗിൽ ജക്കാർഡ് വർക്ക് ആ ഒരു ഇതിൽ വരുന്നതാണ്. എംബ്രോയിഡറിയുടെ വർക്ക് വരുന്നുണ്ട്. ഇനി പ്ലെയിനിൽ തന്നെ ത്രെഡ് വർക്കിൽ വരുന്നുണ്ട്. എംബ്രോയിഡറി ഐറ്റംസ് തന്നെ. ഇതില് സ്ക്വയർ വരുന്നുണ്ട്, ഡോട്ട് വരുന്നുണ്ട്, പല ഡിസൈൻസ് നിറയെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ വരെ നമുക്ക് സാരീസ് ആയി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം സെറ്റും ഇത് പവർലൂം പവർലൂമാണ്. ഇത് പവർലൂം ഐറ്റംസ്. ഓക്കെ, പവർലൂം ഒക്കെ സ്റ്റാർട്ടിങ് പവർലൂം ഒരു 250-260 മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യും. സെറ്റും ഉണ്ടല്ലേ? സെറ്റും ഉണ്ടില്. അപ്പൊ അതിൽ ഒന്ന് നോക്കിയാലോ? ഇത് വന്നിട്ട് നമ്മൾ മുള്ളോത്ത് പറയും. അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റും, പ്രിന്റ് ചെയ്യണതാണ് അത്. മുള്ളോത്താകുമ്പോ അമ്മമാർക്ക് കൂടുതൽ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഗാഡ പീസിൽ പ്രിന്റ് ചെയ്യേണ്ടതാണ്. കര ഉണ്ടാവില്ല, അതായത് കസവും കരയും നമ്മൾ ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് കരയും കസവും ആക്കണതാണ്. ഓക്കെ ഓക്കെ, അത് ആവശ്യമനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ നമ്മൾ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം, ചെയ്തെടുക്കാം. അപ്പൊ കസ്റ്റമൈസ് ചെയ്തെടുക്കണമുണ്ട് കേട്ടോ. അപ്പൊ ഇത് നിങ്ങളുടെ ഓൺ ആണ്? അതെ. ഓക്കെ, ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സെറ്റ് മുണ്ട്, സെറ്റ് സാരിയിലൊക്കെ സെറ്റ് മുണ്ടാണ് ഇപ്പൊ. ഇത് ഈ 2.80, 2.60 പിന്നെ അത് 2.60 നമ്മൾ നോർമലായിട്ട്. ഹൈറ്റും വെയിറ്റും ഒക്കെ കുറച്ച് കൂടുതലുള്ള ആൾക്കാർക്ക് 2.80 എടുക്കും. അപ്പൊ 2.60 ആകുമ്പോൾ നമുക്കൊരു സാധാ ഒരു മിനിമം, അതായത് കുറച്ച് ഉയരം കൂടുതലുള്ള ആള്, തടി കൂടുതലുള്ള ആണെങ്കിൽ നമുക്ക് മുന്താണി താഴെ ഇറക്കം കിട്ടില്ല. അപ്പൊ അതിന് 2.80 ആക്കും. അപ്പൊ കൂട്ടിയിട്ട് പിന്നെ 2.60ഉം 2.80ഉം കൂടാണ്ട് പിന്നെ എത്ര അങ്ങനെയാണ് വരിക. 2.50, 2.60. 2.60 ഇപ്പൊ മിനിമം പോയിക്കൊണ്ടിരിക്കുക. 2.80 പിന്നെ പറഞ്ഞ ആവശ്യമുള്ളവർ അല്ല 2.80. ഇപ്പൊ എന്ന് വെച്ചാൽ കൂടുതൽ 2.80 ചോദിക്കുന്നവരുണ്ട്, മുന്താണി നല്ല നീളം കിട്ടാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പൊ അത് സെറ്റ് മുണ്ടിന്റെ വെറൈറ്റീസ് പ്രിന്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ടിഷ്യൂ, കോപ്പർ, സിൽവർ, എല്ലാം വരും. കോട്ടണിൽ വരും. കോട്ടണിൽ കട്ടിക്കര, അത് കട്ടിക്കര എന്ന് പറയും. ഇതിൽ കട്ടിക്കരയിൽ പ്രിന്റുകൾ വരുന്നുണ്ട്, പ്ലെയിൻ വരുന്നുണ്ട്. ഏത് കളർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതെന്താ സംഭവം? അത് ബ്ലൗസിൽ വരുന്നതാണ്. ഇതിന് കൂടെ അപ്പൊ കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാവും. അപ്പൊ ഇത് ഇതിന്റെ കൂടെ ബ്ലൗസ് വരുന്നതാണ്. ഇത് നമ്മൾ വർക്ക് ചെയ്യണതാണ്. ഇത് ലൈനിങ് എടുക്കണോ? ബ്ലൗസ് അതെല്ലാം കൂടി ലൈനിങ്ങും ബ്ലൗസും സെറ്റും എല്ലാം കൂടി വരുന്നത് 1669 ആ റേഞ്ച് കിട്ടും. അപ്പൊ എല്ലാം അടക്കം നമുക്ക് എല്ലാം വർക്കോട് കൂടിയിട്ടാണ് കിട്ടുന്നത്. പിന്നെ കറുപ്പ് വേണമെങ്കിൽ കറുപ്പുണ്ട്, അങ്ങനെ എല്ലാ കളേഴ്സിലുണ്ട്, ഡിസൈൻസിലുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാം. ടെസൽസ് വേണമെങ്കിൽ ടെസൽസ് ഉണ്ട്. ഇതൊക്കെ ഫുള്ള് നമുക്ക് സെറ്റ് മുണ്ടുകളാണ്. എല്ലാ സെറ്റ് മുണ്ടാണ് ഇതിൽ വരുന്നത്. എന്നിട്ട് നല്ല ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതൊക്കെ വന്നിട്ട് പ്ലെയിൻ നമ്മളെ അമ്മമാർക്കൊക്കെ ഈ ഇർക്കിളിക്കര, കട്ടിക്കര എന്നൊക്കെ പറയല്ലേ, ചെറിയ കരകളായിട്ട് വരുന്ന ഐറ്റം. ഇത് വീട്ടിലൊക്കെ അമ്മമാര് പ്രായമായവര് യൂസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ, അതിനെ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ കാണുന്നത്. അത് കരിയും കസവ് അങ്ങനെ ഐറ്റംസ്. ഇത് മുള്ളോത്തിന്റെ പ്ലെയിന്. ഇതിലും കുറെ കളറുകൾ 2 ഇഞ്ച്, 1 ഇഞ്ച് അങ്ങനെ വരും. 2 ഇഞ്ച് വരുന്നുണ്ട്, 3 ഇഞ്ച് വരുന്നുണ്ട് മുള്ളോത്തില്. ഇത് ടിഷ്യൂ, അത് ടിഷ്യൂ ചെക്കാണ്. കോപ്പർ ടിഷ്യൂ എന്ന് പറയും, ചെക്ക്. അതിന്റെ തന്നെ കോപ്പർ ടിഷ്യൂ പ്ലെയിന്. ഇത് അതിന്റെ സിൽവർ ടിഷ്യൂല് തന്നെ വർക്ക് കളർ വരുന്നതാണ്. ഇതൊക്കെ വന്നിട്ട് പ്ലെയിൻ. ഇത് വന്നിട്ട് നമ്മള് ഹാൻഡ്ലൂം ക്വാളിറ്റി വരുന്ന സെറ്റ് മുണ്ടുകളാണത്. റേറ്റ് കൂടും. അതേ മെറ്റീരിയൽ, അതായത് നൂല് വരുന്നതാണ് ഈ ഐറ്റം. ഇത് വന്നിട്ട് കുറച്ച് റേറ്റ് കുറഞ്ഞ ഐറ്റാണ്. ഇതൊക്കെ ഒരു 350-400 ആ റേഞ്ച് വരുള്ളൂ. ഇതൊക്കെ വരുമ്പോൾ ഒരു 800, 850, 900, 1000 രൂപയുടെ ഉള്ളിൽ അങ്ങനെ റേഞ്ചിലാണ്. റേറ്റ് കുറഞ്ഞായിട്ട് വരുന്നതാണ്. കളറുകൾ വ്യത്യാസം വരും. അതായത് ഡാർക്ക് ചെറിയാണ്, ഫ്ലോറ, അങ്ങനെ കുറെ കസവുകൾ കുറെ തരം ഉണ്ട്. ഏതാണ് നോക്കിയിട്ട് എടുക്കണം നമുക്ക്. അതിനനുസരിച്ച് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് 2.80 എന്ന് പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ 2.60 ഉണ്ട്. 60ന്റെയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വ്യത്യാസങ്ങൾ. പിന്നെ വരുന്നത് വെറൈറ്റീസ് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഇത് വന്നിട്ട് നമ്മള് കരയില് വർക്ക് വരുന്ന ഐറ്റംസ് ആണ്. കരയിൽ അത് ജക്കാർഡ് എന്നൊക്കെ പറയും നമ്മൾ. അതിന്റെ ഇതില് ബോർഡർ പ്ലെയിൻ ആയിരിക്കും, പക്ഷെ വേറെ വർക്കുകളൊന്നും ഉണ്ടാവില്ല. വർക്ക് ചെയ്ത് അങ്ങനെ വരുന്നതാണ്, മെഷീനിൽ തന്നെ ചെയ്ത് കിട്ടുന്ന സാധനം. അപ്പൊ ഇതൊക്കെ സെറ്റ് മുണ്ടിന്റെ വെറൈറ്റീസ്. അതേപോലെ
ഇത് മറ്റേ ഗാഡാ പീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ ഒരു സാമ്പിൾ കാണിച്ചു. അതിൽ വന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ. നമ്മൾ പണ്ട് കലങ്കാരി എന്ന് പറയില്ലേ, ഉവ്വ, ആ കലങ്കാരി സ്റ്റിച്ചിങ് അതാണ് സംഭവം. ഓക്കെ. ഇത് റണ്ണിങ് മെറ്റീരിയൽ താഴെ ഉണ്ടായി കുറേ പീസുകൾ പല ഡിസൈൻ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിൽ ഇതുപോലെ ചെയ്യാം. ഇതില് പാച്ച് വർക്ക് അപ്പൊ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ അതില് അജറക്കിന്റെ പ്രിന്റ് വേണോ കലംകാരി വേണോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് തരുന്നതായിരിക്കും സെറ്റ് മുണ്ടില്. ഇതാവുമ്പോ നമുക്ക് ബോർഡർലെസ്സിൽ വരുന്നത്. കുറെ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. തെയ്യം, കഥകളി അങ്ങനെ കുറെ ഡിസൈൻ ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് ഓർഡറുകളിനനുസരിച്ച് ചെയ്യൂലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് സെറ്റ് മുണ്ടില് വരുന്നത്. നിങ്ങളുടെ ഓൺ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് ഇതൊക്കെ കുട്ടികളുടെ പട്ടുപാവാട, ഡാവണി, ചെറിയ കുട്ടികൾക്കുള്ള ഡാവണി മുതലൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികൾക്കുള്ള ഐറ്റംസ്, ചെറിയ കുട്ടികൾക്ക് മുതൽക്ക് വലിയവർക്ക് വരെയുള്ള ഡാവണി ഐറ്റംസ്. ഇത് റെഡി ടു വെയർ. ഇത് ബ്ലൗസും സ്റ്റിച്ചിങ് ആയിരിക്കും. ഇത് റെഡി ടു വെയർ ആണ്. നമ്മൾ പണ്ട് തൊട്ട് കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് എല്ലാം. ഇത് ബ്ലൗസ് അല്ലേ. ഇത് കോട്ടണിലോട്ടോ. അതില് ടിഷ്യൂന്റെ പാവാട ചെറിയ കുട്ടികൾക്ക്. അപ്പൊ എത്ര വയസ്സ്? നമുക്ക് ഇത് ഒരു 5 വയസ്സ് 4 വയസ്സ് മുതൽക്ക് ഇത് ഡാവണി എന്ന് പറയും. നമ്മൾ ഡാവണി സെറ്റ്. അങ്ങനത്തെ കേട്ടോ. അതിൽ കളേഴ്സ് കിട്ടും കേട്ടോ. അപ്പൊ ഇത് റെഡി ടു വെയർ ആയിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്ക് സാരി മുതൽ ഒരു 18 വയസ്സ് 16 വയസ്സ് വരെ അതിന് പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കുന്നത്? ഇത് നമ്മൾ പ്രിന്റഡ് ആയിട്ടുള്ള സെറ്റുകളാണ്. ഡാവണി സെറ്റാണ്. തയ്ച്ചിട്ടല്ല, മെറ്റീരിയൽ. അപ്പൊ നമുക്ക് ഔഷൻ സെറ്റ് തയ്ക്കാനുള്ളത്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ. ഇത് ബ്ലൗസും വരുന്നുണ്ട്. ഇതൊക്കെ പ്രിന്റ് നമ്മൾ തന്നെ പറഞ്ഞത് ഇഷ്ടമുള്ള പ്രിന്റ് നമ്മൾ ചെയ്യാം. ഇത് 4 മീറ്റർ പാവാട ഉണ്ടാവും. 250 മുകളിലേക്കുള്ളത്. പിന്നെ ബ്ലൗസ്. അതിന് കുറെ കളക്ഷൻസ് ഉണ്ടാവും. ഇത് കഥകളി ഡിസൈൻസ് കുറെ. ഈ മുകളിലിരിക്കുന്നത് എന്താ സംഭവം? അത് കേരള സെറ്റ് ചുരിദാറാണ്. ഇതൊക്കെ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കണത്. സെറ്റിന്റെ ചുരിദാറുകൾ നമ്മൾ കേരള ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചുരിദാർ, ഷോള്, ടോപ്പ് പോർഷൻ. ടോപ്പില് പുട്ട വർക്കും വരുന്നുണ്ട്. സെന്റർ ഒരു വർക്കും കൃഷ്ണന്റെ വർക്ക് അല്ലേ. ഓക്കെ. ഇതൊക്കെ ഇങ്ങനെ വർക്കുകൾ. അപ്പൊ വലിയവർക്കുള്ളതുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് പട്ടുപാവാട. ഇത് പട്ടുപാവാട അല്ല, ഇത് ഡാവണിയാണ്. കളർ ഡാവണി വേണം. നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഡാവണിയിൽ തന്നെ നമ്മള് പാവാടയും ബ്ലൗസും പച്ചയായിരിക്കും. ഷോള് വന്നിട്ട് ബ്രൗൺ. ഓക്കെ. ഇതാവുമ്പോ മുകളിലത്തെ പോർഷനാ വരുന്നത്. ഇതാവുമ്പോ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പാവാട സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ്. അതും സെമി ആയിരിക്കും, ഓപ്പൺ ആയിരിക്കും. സൈഡിൽ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് കേരള ട്രഡീഷനെ പറ്റിയിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് തൊട്ടിട്ടുള്ള വലിയവർക്കും ടീനേജുകാർക്കും അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളതുണ്ട്. ഇത് കൂടാണ്ട് അണ്ടർ സ്കേർട്ട് വരുന്നുണ്ട്. ഇവിടെ അണ്ടർ സ്കേർട്ട് അല്ലേ, ഇത് ഷേപ്പ് വെയർ. സാരിക്ക് തന്നെ ഷേപ്പ് വെയർ ആയിട്ടുള്ളതുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള പട്ടുപാവാട കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒരുവിധം. അത് കൂടാണ്ട് ഇവിടെ നമുക്ക് ഇത് ഇന്നർ വെയറും ഉണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ ബ്രാൻഡഡിൽ വരുന്ന ഐറ്റംസ് ആണ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പുറത്തെ ഒരു സെക്ഷനും കൂടിയുണ്ട്. അപ്പോൾ ഈ അറ്റം തൊട്ട് ഒന്ന് ഓടിപ്പിച്ച് നോക്കിയാൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ കാണുന്ന ഫുൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ കേരള ട്രഡീഷണൽ ആയിട്ടുള്ളത്. കുട്ടികൾക്കുള്ള ഡ്രസ്സ്, ടീനേജുകാർക്കുള്ളത്, സാരി, സെറ്റ് മുണ്ട്, സെറ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസ് വരുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ ഒരു സെക്ഷനിൽ കടന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം ആണുങ്ങളുടെയാന്ന് തോന്നുന്നുണ്ട്. ജെൻസിൻ്റെ ഒരു സെക്ഷനാണ്. അവിടെ നമുക്ക് കിട്ടുന്നത് ഷർട്ട്, കുർത്തീസ്, ധോത്തീസ്, പാൻസ് ഇല്ല അല്ലേ? പാൻസ് ഇല്ല. എന്നുവെച്ചാൽ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ആണ് മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തോർത്ത് അങ്ങനത്തെ സംഭവം അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഷർട്ടുകൾ. ഷർട്ട് ബിറ്റുകൾ വരുന്നുണ്ട്. ഇത് ലിനൻ്റെ കേട്ടോ. ലിനൻ ടൈപ്പ് വരുന്നത്. ലിനൻ്റെ ഇത് ഷർട്ട് ബിറ്റാണ്. നമുക്കിപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്കിത് ഒരാൾക്ക് ഗിഫ്റ്റ് വേണമെങ്കിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കാം. വീട്ടിൽ ഇപ്പോൾ നമ്മുടെ ഫാദറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് പർപ്പസായിട്ട് നമുക്ക് ഷർട്ട് ബിറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് കൂടാണ്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറേ ഷർട്ട്സ് ഉണ്ട്. ഇത് കുർത്തീസാണ് വരുന്നത്. അത് കുർത്തീസ് നമ്മൾ വെഡ്ഡിങ് കുർത്തീസാണ് അതൊക്കെ. ഷെർവാണി ടൈപ്പ്. ഇത് ഷെർവാണി ടൈപ്പ് ആയിട്ടുള്ളത്. അതിൽ നമുക്ക് വർക്കുള്ളത് ഇഷ്ടംപോലെ വരുന്നുണ്ട്. കുറെ ഡിസൈൻസ് വരുന്നുണ്ട്, കളറുകൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു സെറ്റായിട്ട് വരുന്നുണ്ട്. പ്ലെയിൻ ഷർട്ട് വരുന്നുണ്ട്. എന്നിട്ട് മുണ്ടും ഷർട്ടും കൂടി കല്യാണ സെറ്റ്. ഇത് മുണ്ടും ഷർട്ടും എല്ലാം കൂടിയിട്ടായിട്ട് അല്ലേ? മുണ്ടും ഷർട്ടും കൂടി. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും നല്ലതായിരിക്കും. നമ്മൾ കല്യാണം ചെക്കന് കൊടുക്കാനൊക്കെ കൊണ്ടുപോകുന്ന ഐറ്റംസ് ആണല്ലേ. അപ്പൊ അതിന്റെ കളക്ഷൻസ് അത് കളേഴ്സ് ഇത് തന്നെയായിരിക്കും. ഈ കളറാണ് വരിക. പിന്നെ ക്രീം,
അങ്ങനെ വരും. പിന്നെ ഒരു സിൽക്ക് മോഡലാണ് പിന്നെ ഇത് വരുന്നത്. കല്യാണത്തിന് കൂടുതൽ അങ്ങനത്തെ മൂവിങ് ആവണത്. ഇപ്പൊ ഇതാണ് ഇപ്പോഴത്തെ കോപ്പർ ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡ് നടക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ അതിൽ പ്രിന്റുകൾ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇത് കൂടാണ്ട് കുറേ ഇനി ഷർട്ടുകൾ നമുക്ക് കാണാം. ഇനി ഇതാ ഷർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫുൾ നമുക്ക് ജയ്പൂരി പ്രിന്റിൽ വരുന്ന കുറേ കോട്ടൻ്റെ ഷർട്ടുകൾ, കുർത്തീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഷർട്ട് എന്തായാലും നമുക്ക് തുറന്ന് നോക്കിയാലോ. ആദ്യമൊക്കെ ഇത് കുർത്തീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെണ്ണുങ്ങൾക്ക്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഷർട്ട്സും വന്ന് തുടങ്ങിയിട്ടോ. ഇങ്ങനത്തെ ഷർട്ടുകളും അവൈലബിൾ. ഇതിൽ പല പ്രിൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ ഇതൊക്കെ പല പ്രിൻസിൽ വരുന്നതാണ് കേട്ടോ. നമ്മുടെ താഴത്തെ റണ്ണിങ് മെറ്റീരിയൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇത് കൂടാണ്ട് ഈ സംഭവം ഇവിടുത്തെ നിങ്ങളുടെ സ്റ്റിച്ചിങ് ചെയ്യണതല്ലേ? ഇതൊക്കെ കോട്ടണില്. ഇത് ചൈനീസ് കോളറാണ്. ചൈനീസ് കോളർ ഉണ്ട്, സാധാ കോളറും. സാധാ വേണമെങ്കിൽ സാധ്യത ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞ് ചെയ്യാം. കാരണം ഇവിടെ താഴത്ത് അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷർട്ട് തയ്പ്പിച്ചെടുക്കാനും പറ്റും. ഇനി വരുന്നത് നമുക്ക് ധോത്തിയുടെ ഒരു സെക്ഷൻ. അതായത് ബ്ലീച്ച്, വൈറ്റും ഉണ്ട്, ബ്ലീച്ച് എന്ന് പറയും. ഓക്കെ. അതിൽ തന്നെ പല കരകളൊന്നും ജസ്റ്റ് റേറ്റ് കുറഞ്ഞ ഐറ്റം കൂടിയ ഐറ്റം എല്ലാം വരുന്നുണ്ട്. അതിൽ കരകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഇത് കുറച്ച് വെച്ചിട്ടുള്ള ഇത് കൂടാണ്ട് ബ്ലീച്ചിന്റെ ഐറ്റം മുകളിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ കരകൾ പല രീതിയിൽ പല ഡിസൈൻസിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ബ്ലീച്ചിൽ നമുക്കൊരു 300, 320, 250 മുതൽക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇനി ഇത് നോക്കുകയാണെങ്കിൽ പ്രിന്റിൽ വരുമ്പോൾ പ്രിന്റിലും ഉണ്ട്. പ്രിന്റിലാണെങ്കിൽ നമുക്ക് ഓഫ് വൈറ്റ് ക്രീമിൽ ക്രീമിൽ പല പ്രിന്റ്സ് അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നമ്മൾ ഏത് ഡിസൈനാ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം. ആ ഡിസൈൻ ഒരേ ഡിസൈനിൽ ഒരു 50 പീസ് വേണം പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ പ്രിന്റ്സ് ഒക്കെ ഷർട്ടിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയും ചെയ്ത് തരുന്നതായിരിക്കും. അതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ പ്രിന്റിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അത് ഏതാ പ്രിന്റ് വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇത് കൂടാണ്ട് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ മൊത്തം കരകളുടെ ഇഞ്ചിന്റെ വ്യത്യാസം വരുന്നത് അല്ലേ? അതെ അതെ. 1 ഇഞ്ച്, 1 ഇഞ്ച്, 2 ഇഞ്ച് അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അത് കൂടാണ്ട് നമുക്ക് സാധാരണ കള്ളിമുണ്ടും ഉണ്ട് കേട്ടോ. ഇതാ കള്ളിമുണ്ട്, കള്ളിമുണ്ടുകളല്ല, കാവിമുണ്ടാണ് കൂടുതൽ. കാവിമുണ്ട് കുറെ പീസ് ഉണ്ട്. നമുക്കിത് ഇപ്പൊ കുറച്ച് പീസ് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒരേ കളറിൽ വേണമെങ്കിൽ. റേഞ്ച് ഒക്കെ എത്ര വരും? 130 മുതൽക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. കോട്ടൺ ആണ്, മിക്സ് അല്ല. അതിപ്പോ പുതിയൊരു മോഡൽ ഞാനത് കണ്ടപ്പോ ഇഷ്ടായിട്ടോ. പുതിയ മോഡൽ തുടങ്ങിയത് അജ്രക്കിന്റെ പാച്ച് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഒരുപോലെ ആയിട്ടുണ്ട്. ഇപ്പൊ പുതിയ മോഡൽ തുടങ്ങിയത് നന്നായിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽ വൈസും നമുക്കൊരു ഓർഡർ വന്നപ്പോ ചെയ്ത് നോക്കിയതാ. സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കിയത്. പക്ഷെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നന്നായി പോകുന്നുണ്ട് അല്ലേ? ഇനി ഇത് കൂടാണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഇനി ഇവിടെ കുറെ ലെഹങ്കാസ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ റെഡിമെയ്ഡ് ബ്ലൗസുകളും ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്ന് നമുക്ക് പറയണം. ഇത് ലെഹങ്കാസ് ലെഹങ്കാസ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ 1600 മുതൽക്ക് ലെഹങ്കാസ് ഉണ്ട്. ഓക്കെ. ഇത് പാവാട അതിന്റെ ബ്ലൗസ് അല്ല, ഇതില് സെറ്റ് ഒന്നിച്ച് വരും. പാവാട മാത്രം സ്റ്റിച്ച് വരുന്നതാണ്. ഓക്കെ. ഈ സൈഡിൽ വരുന്നത് നമുക്ക് ഇതൊക്കെ സ്റ്റിച്ച്, ബ്ലൗസ് സ്റ്റിച്ച് ആണ്. ഓക്കെ. അപ്പുറത്തെ സൈഡ് ബ്ലൗസും അല്ല പാവാട മാത്രം. ഇത് ബ്ലൗസ് സ്റ്റിച്ച്, ബ്ലൗസും പാവാട സ്റ്റിച്ച് ആയിരിക്കും. ഓക്കെ. റെഡിമെയ്ഡ് ആയിട്ട് തന്നെ. ഇതൊക്കെ അതിന്റെ ലെഹങ്കാസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. 2259 അങ്ങനെ ബ്ലൗസ് സ്റ്റിച്ച് വരുന്ന ഐറ്റം. ഓക്കെ. മറ്റേ ഇത് വന്നിട്ട് 2638. ഓരോ ഡിസൈൻ മെറ്റീരിയലിനും ഡിസൈനും വ്യത്യാസത്തിനനുസരിച്ച് റേറ്റിന് മാറ്റങ്ങൾ വരും കേട്ടോ. അതിൽ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും നമ്മൾ എടുത്ത് കാണിക്കില്ല. പക്ഷേ ലെഹങ്കാസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പുറത്തും നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തും ലെഹങ്കാസ് ആണ് വരുന്നത്. എല്ലാതും അത്യാവശ്യം 2200 മുതൽക്കുള്ളത് ഉണ്ട് ഇതിലുണ്ട് അല്ലേ? മെറ്റീരിയൽ മാത്രമായിട്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ നമുക്ക് ലെഹങ്കാസിൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അപ്പുറത്തും നമുക്ക് ലെഹങ്കാസിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അത് നെറ്റിൽ വേണം, പല വെറൈറ്റീസിലുണ്ട്. ഇനി ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലൗസുകളാണ് മെയിൻ ആയിട്ടുള്ളത്. റെഡിമെയ്ഡ് ബ്ലൗസ് സ്റ്റാർട്ടിംഗ് റേഞ്ച് അത് നമുക്ക് സ്റ്റിച്ചിങ് ചാർജേ വരുന്നുള്ളൂ. 265 മുതൽ 350, 400 രൂപ വരെ വരുള്ളൂ. അത്രയ്ക്കുള്ളൂ? അതേ ഉള്ളൂ. റെഡിമെയ്ഡ് ബ്ലൗസിന്റെ റേറ്റ് ഒന്നുകൂടി പറഞ്ഞാൽ 260, 471. ഇത് ഈ വർക്കിന്റെ ഇത് കാരണം കൊണ്ട്. ഇതേ ഐറ്റം നമുക്ക് പ്ലെയിൻ ഒക്കെ വരുമ്പോൾ 320, 285 അങ്ങനെ ഐറ്റംസ് ആ റേറ്റ്. ഇതാകുമ്പോൾ ആ പ്രിൻസ് കട്ടും ആണ് വിത്ത് പാഡഡും ആണ്. അപ്പൊ അതിനനുസരിച്ചൊക്കെ റേറ്റുകൾ മാറ്റം വരും കേട്ടോ. അതിൽ വെറൈറ്റികളുണ്ട്. അതിൽ സ്ലീവ് ഉള്ളത്, സ്ലീവ് രണ്ടും വരുന്നുണ്ട്. പിന്നെ ബ്രൊക്കേഡും ഉണ്ട്, എംബോസ് ബ്രൊക്കേഡ് വരുന്നതുണ്ട്. കണ്ടോ റെഡിമെയ്ഡ് ബ്ലൗസുകൾ റേറ്റ് കുറവാ. എത്ര സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ? 200 വരുന്നു. ഇത് 311. ഈ ഒരു 311 രൂപ റെഡിമെയ്ഡ് ബ്ലൗസുകൾ. ഇത് 286.
286 പ്ലെയിൻ ബ്ലൗസുകൾ കേട്ടോ, വിത്ത് പാഡഡ് പ്രിൻസ് കട്ട്. അപ്പോൾ ബ്ലൗസിൻ്റെ ഒരു സെക്ഷനും ഉണ്ട്. ഇനി ഇത് ഒന്ന് ബ്ലൗസിൻ്റെ ഒന്ന് റെഡിമെയ്ഡിൻ്റെ ഒന്ന് കവർ ചെയ്തോ, കണ്ടോ ഇഷ്ടം പോലെ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ബ്ലൗസിൻ്റെ മാത്രമായിട്ടുള്ള വെറൈറ്റീസാണ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു സെക്ഷനിൽ വരുന്നത് കുർത്തീസാണ്, സ്ത്രീകളുടെ കുർത്തീസ്, സാധാ കുർത്തീസ്. അത് ബ്രാൻഡഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ. സ്റ്റൈലും വിസ്മയ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഓക്കെ, അത് ഒരെണ്ണം എന്തായാലും ഒന്ന് തുറക്കേണ്ടി വരും കേട്ടോ. കണ്ടോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അതിനനുസരിച്ച് ബ്രാൻഡഡ് ആയതുകൊണ്ട് റേറ്റും ഉണ്ടാവും, റേറ്റും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് ക്രോസ് സ്റ്റിച്ചിലും വരുന്നുണ്ട്, എംബ്രോയ്ഡറിയിൽ വരുന്നുണ്ട്, പല വെറൈറ്റീസിൽ വരുന്നുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി 2-3 ഒന്ന് കാണിച്ചു തന്നെ ഞങ്ങൾക്ക്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ സാധാ മോഡലുള്ളത് സ്റ്റിച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, വരുന്നുണ്ട്. നമുക്ക് സാധാ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും. വരുന്നുണ്ട് നമ്മൾ കയറ്റിയിട്ടില്ലെന്ന് മാത്രം ഇവിടെ വരുന്നേ ഉള്ളൂ. ബ്രാൻഡഡ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിലാണ് ബ്രാൻഡഡ് വരുന്നത്. അതിൽ കോട്ടണിലുണ്ട്, നല്ല നല്ല മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലതുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല നല്ല വെറൈറ്റീസ് ആണ്. നല്ല മൂവിങ് ആയിരുന്നു ഈ ഇതിലെ പോയി. ഇത് നല്ല വലിപ്പമുള്ളതാണല്ലോ. ഇത് എത്ര സൈസ്? 3XL വരെ വരുന്നുണ്ട്. ഇത് 3XL-ആണോ? 3XL വരെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഇത് L മുതൽ M, L, XL എല്ലാം ഉണ്ട്. നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന സാധനമാണ്. നോക്കി ഒന്നുകൂടി വരുന്ന 2 കൂടി ഒന്നും ഞങ്ങൾക്ക് കാണിച്ചു തന്നെ. കുർത്തീസ് ഉണ്ടെന്ന് അറിയിക്കണ്ടേ? എന്താ കുർത്തീസ്, അതും ബ്രാൻഡഡിലാണ് വരുന്നത്. ഇതൊക്കെ ആകുമ്പോൾ റേറ്റ് കൂടുതൽ, 1000 വരും. അതിൻ്റെ മീതിയാണ് വരുന്നത് ബ്രാൻഡഡിലാവുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് നോർമലാണെങ്കിൽ നോർമലാകുമ്പോൾ ഒരു 600-800 രൂപയുടെ ഉള്ളിൽ 550. അത് ഡിസൈൻ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിച്ചിങ് സെൻറ്ററിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഡിസൈൻസ് മാറി വരുന്നുണ്ട്. കുറേ കളർ ചേഞ്ചും ഉണ്ട്, ഡിസൈനും ഉണ്ട്. ഇത് വേറൊരു മോഡൽ ഐറ്റം ആയിരുന്നു. ഇതാ മോഡൽസ്, ഇതൊക്കെ കുർത്തീസിൽ വരുന്നതാണ് കേട്ടോ. കുർത്തീസിൽ വരുന്ന ഐറ്റംസ് ആണ്. ഒക്കെ ഇതൊക്കെ ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ റേറ്റ് ഇത്തിരി കൂടും കേട്ടോ. കസ്റ്റമേഴ്സും വരുന്നുണ്ട്. ഇനി ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഇനിയും കാണണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം. കാരണം അത്യാവശ്യം വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഓണർ ബിസിയാന്ന് തോന്നുന്നുണ്ട്, ഇനി താഴ്ത്താൻ തോന്നുന്നുണ്ട്. താഴുണ്ട്. ഓണാകുമ്പോഴേക്കും കുറച്ചും കൂടി നിറയെ ഇത് വരുന്നുണ്ട്. ഓണത്തിന് ഒന്നുകൂടിയും കൂടുതൽ കളക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്, ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓണം ഗംഭീരാക്കാല്ലേ? നല്ല സെറ്റുമുണ്ട്, സെറ്റ് സാരി ഒക്കെ കുറച്ചും കൂടി കളക്ഷൻ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വരാൻ വെച്ചിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ പേര് മറന്നു? പ്രിയ ചേച്ചി. താങ്ക് യു. ചേച്ചിന്ന് വിളിക്കാല്ലേ? ചേച്ചി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, പ്രിയ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ താഴത്ത് പോയിട്ട് ബാക്കിയുള്ള ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാനിതൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ബൈ. വീണ്ടും താഴത്തെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്, കാരണം ആൾ ഇത്തിരി ബിസി ആയിരുന്നു. എന്തായാലും നമുക്കൊന്ന് ലൊക്കേഷൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നല്ല നല്ല ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. തിരുവില്ലാമലയിൽ നിന്നും 2 കിലോമീറ്ററാണ് സുപ്രിയ കളക്ഷൻസ് ഉള്ളത്. കുറച്ചുകൂടി ഒച്ചത്തിൽ പറയട്ടെ. തിരുവില്ലാമലയിൽ 2 കിലോമീറ്ററേ ഉള്ളൂ സുപ്രിയ കളക്ഷൻസിലേക്ക്. അതെ, അതും റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. റീറ്റെയിൽ ആണെങ്കിൽ സുപ്രിയ കളക്ഷൻസ് എന്നുള്ള പേരിലാണ്, ഹോൾസെയിൽ ആണെങ്കിൽ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്നുള്ള പേരിലാണ്. സുപ്രിയ ടെക്സ്റ്റൈൽസിൽ കിട്ടുന്നത് മൊത്തം സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അവിടെ അത് മാത്രമേ ഉള്ളൂ. സെറ്റ് സാരി, സെറ്റ് മുണ്ട്, ധോത്തീസ് എല്ലാം അങ്ങനത്തെ ഐറ്റംസ്, കേരള ട്രഡീഷണൽ വെയർസിന്റെ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് റീറ്റെയിൽ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നാൽ പോലും നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇനി അതിനുപരി നമുക്ക് കൂടുതൽ കളക്ഷൻസ്, കൂടുതൽ ബൾക്ക് ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന അതിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിലൊക്കെ ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ വരാണെങ്കിലത്തെ ഗുണം എന്ന് പറയാനായിട്ട് ഇവിടെ A to Z എല്ലാ ഐറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു വെഡ്ഡിങ് ആവശ്യത്തിന് വരാണെങ്കിൽ അവർക്കുള്ള സാരി, ചെക്കനുള്ള ധോത്തീസ്, അവർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ കണ്ട് വിത്ത് റേറ്റ് എടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയോ, പുറത്ത് ഇവിടെ വെച്ചിട്ടുള്ള റേറ്റിൻ്റെ ഭയങ്കര അഫോർഡബിൾ റേഞ്ചാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസും കൂടിയാണ്. അപ്പോൾ ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് കേട്ടോ. ഇനി ഓണത്തിൻ്റെ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് വ്യൂവേഴ്സിൻ്റെ എൻ്റെ വക ഫാമിലി എല്ലാവരോടും ഒരു ഹാപ്പി ഓണം പറയാം. ഫാമിലി എല്ലാവരും ബിസിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓണം ഗംഭീരാക്കാം. ശരി, അപ്പോൾ നമുക്ക് ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ, ഇതൊന്നും എടുത്തിട്ട് ഞാൻ പോകട്ടെ. അപ്പോൾ ബൈ.